ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. പതിവ് പോലെ ഇന്നും നമ്മുടെ എല്ലാം ജീവിതത്തിൽ പുതിയൊരു ദിവസം സമാഗതമായിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു ദിവസം സമ്മാനിച്ച ജഗദീശ്വരന് നമ്മുടെ എല്ലാം ആ ഒരു നന്ദി സ്നേഹം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പതിവ് പോലെ ഇന്നത്തെ നമ്മുടെ സൂം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. അതെ പ്രിയമുള്ളവരെ, നമ്മൾ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും നമ്മുടെ എല്ലാം ദൈവം ഒന്ന് തന്നെയാണ്. നമ്മുടെ എല്ലാം സ്നേഹം ഒന്ന് തന്നെയാണ്. ഇന്നത്തെ ദിവസവും അങ്ങനെ തന്നെ ആവട്ടെ. നാം എല്ലാം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വിജയിച്ച് മുന്നേറാൻ ആ ഒരു പ്രചോദനം കരുത്താകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജയമോൻ എന്നാണ്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. കഴിഞ്ഞ 3 വർഷമായി നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊജക്ട് ആത്മാർത്ഥമായി ഞാനും ഏറ്റെടുത്ത് ചെയ്യുന്നു. പ്രൊഫഷണലി ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. പൂർണ്ണമായും എൻ്റെ ജോലി ആ മേഖലയിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ പ്രൊജക്ട് ബയോട്ടോറിയം പ്രൊജക്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പ്രൊജക്ട് കയ്യിൽ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ ഇന്ന് അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. നമുക്ക് മാത്രമല്ല, സമൂഹത്തിനാകെ പ്രയോജനകരമായ കാര്യങ്ങൾ, ഗുണം പകരുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നന്മ, പുണ്യം സമൂഹത്തിനാകെ നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു പ്രൊഫഷൻ ഇവിടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോളജ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിവിടെ വിജയിച്ച് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നോളജ് ലഭിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ സൂമിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു അറിവ് പകരുന്നത് മറ്റാരുമല്ല, കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള ശ്രീ മനീഷ് സാറാണ്. അദ്ദേഹം ദീർഘകാലം വിദേശത്തായിരുന്നു. തന്റെ പ്രവാസ ജീവിതം ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് അദ്ദേഹം ഫുൾ ടൈം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് എത്തി വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രൊജക്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു. ഇനി വിദേശത്തേക്ക് പോകുന്നതെല്ലാം തീരുമാനമെടുത്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യവസായത്തിന്റെ ഭാഗമായി, ഈ ബയോട്ടോറിയം എന്നുള്ള ഇൻഡസ്ട്രിയുടെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളെല്ലാം നല്ല നിലയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നല്ലൊരു ട്രെയിനർ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇന്നത്തെ അദ്ദേഹത്തിന്റെ സെഷൻ നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനകരമായിരിക്കും. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ലീഡേഴ്സും കയ്യിൽ ഒരു പെന്നും ഡയറിയും കരുതുക. അദ്ദേഹം പറയുന്ന ഓരോ പോയിന്റുകളും നോട്ട് ചെയ്തുകൊണ്ട് നമ്മളിന്നിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ വിജയിക്കാൻ ആവശ്യമായ അറിവുകൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. നല്ല കാര്യങ്ങൾ 100% നമുക്ക് പറഞ്ഞു തരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇതാ, റോൾ ഓഫ് ദ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു ലീഡറുടെ ചുമതലകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി വരുന്ന 1 മണിക്കൂർ സമയത്തിനുള്ളിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ അറിവുകൾ സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ട മനീഷ് സാറിനെ നിങ്ങൾ എല്ലാവരുടെ സമ്മതത്തോടുകൂടി ഈ സുദിനത്തിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജയമോൻ സാർ, താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ് ഓൾ. ഒരിക്കൽ കൂടി ഏതായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസം മുന്നിലുണ്ട്. ജയമോൻ സാറിന് ഒരു പ്രത്യേക നന്ദിയും കൂടി. രാവിലെ ഒരു പാട്ടൊക്കെ പാടി. ജയമോൻ സാർ എപ്പോഴും MC ചെയ്യുമ്പോൾ ഒരു പാട്ടോ കീർത്തനമൊക്കെ പാടിയിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ 2 ഡേ ട്രെയിനിങ്ങിന് വന്ന ആളുകൾക്കറിയാം, അവിടെ ഒരുപാട് ആളുകൾ അവരുടെ പാടാനുള്ള കഴിവ് തെളിച്ചിരുന്നു. ഈ എനിക്കും നിങ്ങൾക്കും എന്ന് വെച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം
നമുക്കിതിലെ വലിയ സക്സസ് നമ്മൾ 161 കോടി രൂപയുടെ 161 എന്ന് പറയുന്നത് കണക്കപ്പെട്ട ഒരു എമൗണ്ട്. ഒരാൾക്ക് 3 ID ഉണ്ട്. 3 IDയിൽ ട്രൈപോഡ് അടിച്ച് വന്ന ആളുകൾക്ക് 161x3 പ്ലസ് ബൂസ്റ്റർ ബോണസുകൾ അല്ലെ ഒക്കെ വാങ്ങിച്ചെടുക്കാനുള്ള അവസരം കൈ കിട്ടിയ മഹത് വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സൂമിൽ കുറെ പരിമിതികളുണ്ട്. എന്നാലും അതിനുള്ളിൽ വെച്ച് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയാവുന്നത്ര ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ലൈഫിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും പല ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയ അറിവുകളും പ്രത്യേകിച്ച് MLM ട്രെയിനേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെ കോർത്തിണക്കി കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് ലൈക്ക് തരരുത്. അതിൽ നിങ്ങൾ കേൾക്കുന്ന പോയിന്റ്സുകൾ നിങ്ങൾ ലൈഫിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലും ലോകത്തിലും ഇന്ന് അവൈലബിൾ ആയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ്, ബെസ്റ്റ് പ്ലാനുള്ള കമ്പനിയിൽ ഒരു 2 to 3 ഇയേഴ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ ജീവിത അഭിലാഷങ്ങളൊക്കെ സാധിച്ചെടുക്കുന്ന തരത്തിൽ ഫൈനാൻഷ്യലി ഒരു അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ അതിന് ഈ പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഈ കുറെ ഇൻഫർമേഷൻ കിട്ടി നോളജ് ആക്കി തലയിൽ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് ഒരു അപ്ലൈഡ് നോളജ് ആക്കി നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം, വലിയ വിജയങ്ങൾ ഉണ്ടാവുക. ഞാൻ ജിംറോന്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങാം. കാരണം ആ കോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിച്ചു പോവുക, ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവിടെ നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അറിവിന്റെ ഭണ്ഡാരങ്ങളാക്കി സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ യു ആർ എ ഫൂൾ എന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളൊരു വിഡ്ഢിയാണ്. അതേസമയം നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ഇൻഫർമേഷൻ ആണെങ്കിലും നോളജ് ആണെങ്കിലും അതൊരു മാസീവ് ആക്ഷനിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബി സക്സസ് എന്ന് പറഞ്ഞത്. വെൽത്തി എന്നാണ് പറഞ്ഞത്, സക്സസ് എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെൽത്തി ആകാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് അറിവ് കിട്ടുന്നോ അതിനെ ഒരു മാസീവ് ആക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെൽത്തി ആകാൻ പറ്റും. ഒരു ഇന്റർനാഷണൽ ട്രെയിനർ അദ്ദേഹത്തിന്റെ അത്രയും ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെ പറയുമ്പോൾ അതിലെന്തായാലും കാര്യങ്ങൾ ഉണ്ടാവും. ഞാനും നിങ്ങളോട് എല്ലാവരോടും ഞാൻ എന്നോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ MD പറയുന്ന പോലെ കാം കരോ ബായ് കാം കരോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇന്നത്തെ സെഷൻ കേട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമുള്ളൂ. അപ്പോ ഞാനൊരു PPT ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു പഠന കളരിയല്ല, ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ. ജയമോൾ സാറേ, സ്ക്രീന് കാണാം? കാണാൻ പറ്റും സാറേ, കാണാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സൂം സെഷനിലേക്ക് എനിക്ക് അവസരം തന്ന നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാറിനും മറ്റുള്ള കോർ ലീഡേഴ്സിനും എന്റെ നന്ദി ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. എല്ലാവരും ഒരിക്കൽ കൂടി ഈ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ നമുക്കറിയാം, കൂടുതലൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. എന്നാലും കഴിഞ്ഞ 10-18 വർഷത്തോളമായിട്ട് ഇന്ത്യയിലുള്ള ഒരു കമ്പനി 5 വർഷം മുന്നേ ധീരമായ ഒരു തീരുമാനമെടുത്ത MD നമുക്ക് ഒരുപാട് വരുമാനങ്ങൾ തരാൻ വേണ്ടി അല്ലെ, ഇപ്പോ 6 മാസം കൂടുമ്പോൾ എക്സ്ട്രാ വരുമാനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. ഇതിലുള്ള വരുമാനങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ 10 വരുമാനങ്ങൾ, ഈ സ്ക്രീനിൽ കാണുന്ന 10 വരുമാനങ്ങളും കമ്പനി ഇപ്പൊ നമുക്ക് തരുന്നുണ്ട്. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാലും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം, കിട്ടിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. അതിൽ പിക്കപ്പ് സെന്ററിന്റെ ബോണസ് വെച്ച് ബാക്കിയെല്ലാം വാങ്ങിക്കാൻ എലിജിബിൾ ആയ ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സും. അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പണിക്ക് ഇറങ്ങുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. ഇതൊരു ചാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു സെനാരിയോ നമ്മുടെ ടീമിൽ നടക്കുന്നത് ഒരു 13 PB മേച്ചി ആണെങ്കിൽ നമുക്ക് 8 രൂപ 80 പൈസ വെച്ച് അവയർനെസ് ബോണസും 59 രൂപ 40 പൈസ വെച്ച് ഫാമിലി ബോണസും 40 രൂപ 40 പൈസ എന്നുള്ള നിരക്കിൽ നമുക്ക് ബൂസ്റ്റർ ബോണസും നമുക്ക് ഏറ്റവും മിനിമം വാങ്ങിച്ചെടുക്കാൻ പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ 25 PB ആണ് മേച്ച് ചെയ്തതെങ്കിൽ 220 രൂപ അവയർനെസ്സും 1485 രൂപ സൂപ്പർ ഫാമിലി ബോണസും 1010 രൂപ ബൂസ്റ്റർ ബോണസും അല്ലെ. ടോട്ടൽ നമുക്ക് ഒരു ഡേ
5430 രൂപ 25 PV സെയിൽ നടന്നാൽ പോലും നമുക്ക് കിട്ടും. കണക്കുകളൊക്കെ എങ്ങനെയാണ്? കണക്കിന്റെ ഭാഗത്ത് പോകും. 161 കോടി എന്ന് പറയുന്നതും കണക്ക് തന്നെയാണ്. അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പൊ താഴോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു 1000 PV മാച്ച് ചെയ്തിട്ടാണ് നമുക്കിപ്പം അവയർനെസ് ബോണസിന്റെയും ഫാമിലി ബോണസും വരുന്ന മദർ ഇൻകത്തിന്റെ ക്യാപ്പിംഗ് ലിമിറ്റ്. അതിൽ 100 PVക്ക് മുകളിൽ എത്ര PV മാച്ച് ചെയ്താലും ഒരു ഫാമിലി ബോണസ് 5940 കിട്ടും. ബൂസ്റ്റർ ഉണ്ടെങ്കിൽ എത്രത്തോളം ബൂസ്റ്റർ അൺലിമിറ്റഡ് ബൂസ്റ്റർ ബോണസ് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ബൂസ്റ്റർ ബോണസ് ഒന്നെങ്കിലും വാങ്ങിയ ആളുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ME എന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനമാകും. മീ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റർ ബോണസ് എങ്കിലും വാങ്ങി. അത് 525 രൂപയോ 1010 രൂപയോ 2020 രൂപയോ 4040 അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നല്ല, വാങ്ങിച്ചിട്ട് ആ 2 ഡേ ക്യാമ്പിൽ അന്ന് അവിടെ സ്റ്റേജിന്റെ മുകളിൽ കയറി ഒരു കട്ട് ഓഫിൽ 14,900 വാങ്ങിയ ആളുകളൊക്കെ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പോലും അങ്ങനെ അത്രയും എമൗണ്ട് ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. അപ്പൊ അത് വാങ്ങിച്ച ആളുകളൊന്ന് മീ എന്ന് ടൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതൊരു 10 പേരോ 20 പേരോ ആണെങ്കിലും ഇന്ന് ഈ സൂമിൽ ഇരിക്കുന്ന ബാക്കിയുള്ള 127 ആൾക്കാരിൽ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനമായിരിക്കും. നമുക്കറിയാം ഇതിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് റീപർച്ചേസ് ബോണസ്, മദർ ഇൻകം, ഫാദർ ഇൻകം ഒക്കെ മാറ്റി വെച്ച് നമുക്ക് മാക്സിമം കസ്റ്റമർ ഡാറ്റ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3500 PV ക്യാപ്പിംഗ് ലിമിറ്റുള്ള റീപർച്ചേസ് ബോണസ് വാങ്ങിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതിനാകെ വേണ്ടത് നമ്മുടെ മനസ്സ് ഒന്ന് ഒരു ലീഡർ ക്വാളിറ്റിയിലേക്കുള്ള മൈൻഡ് സെറ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഒരു സൈക്കിളിൽ കിട്ടുന്ന എമൗണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ സൈക്കിളിൽ കിട്ടുന്ന എമൗണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുന്ന സമയത്ത് തല കറങ്ങുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവർക്ക് കിറ്റിന്നായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഇതൊക്കെ കിട്ടൂ എന്നുള്ള ഒരു സംശയം മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് കിട്ടുമെന്ന് വിശ്വസിച്ച് പണിയെടുക്കുന്ന ആളുകളിലേക്ക് 100% ഇത് കിട്ടും എന്നുള്ളത് തെളിയിച്ച ഒരു ലീഡറുടെ കൂടെയാണ് നമ്മൾ ഇന്ന് ബിസിനസ് കേരളത്തിൽ ചെയ്യുന്നത്. അപ്പൊ 3500 PV മാച്ചിങ് സമയത്ത് നമുക്ക് കിട്ടുന്നത് അവിടെ നിൽക്കട്ടെ, നമ്മളൊരു ഇതിലെ ലീഡേഴ്സിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-100 ആളുകളുടെ ജീനിയസ് വിന്നറിൽ ടീമുകളിലുള്ള ആളുകളുടെ ഒരവസ്ഥ മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഒരു 100 PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 63,000 രൂപ രാവിലെയും 63,000 രൂപ വൈകിട്ടും വാങ്ങാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. അത് നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകൾ വേണമെന്നില്ല. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന, വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന അവരുടെ കൾച്ചറിനെ ഇബയോട്ടോറിയം എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീഡേഴ്സും നമ്മുടെ ടീമിൽ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു 160 കോടി വാങ്ങിച്ചെടുക്കാൻ പറ്റും, അല്ലേ? കുറെ ആളുകൾ ഇതിൽ ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്ന കുറെ കേസുകൾ നമുക്ക് എപ്പോഴും കേൾക്കുന്നുണ്ട്. ആളില്ലെങ്കിലും, ഇനി ഡയറക്ട് സെല്ലിങ് ചെയ്യുന്ന ആളില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ വരുമാനം റീപർച്ചേസിലൂടെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഒരു പരിധി എന്ന് പറഞ്ഞാൽ 160 കോടി വെച്ചിട്ടാണ് ഈ പരിധി പറഞ്ഞത്. ആരോ ഒരാള് സ്ക്രീനിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ശ്രീലേഖ ഒന്ന് കുട്ടികളുടെ കയ്യിലെങ്ങാനായിരിക്കും ഫോൺ ഉണ്ടാവും ചിലപ്പോ, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ചാർട്ട്, ഇതിന്റെ ചാർട്ടിന്റെ ഫോട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തു വെച്ചോ. നിങ്ങൾ ഇനി മുതൽ ആസ് എ ലീഡർ അല്ലെങ്കിൽ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഒരു കസ്റ്റമറോട് പറയുമ്പോൾ, സാറേ ഒരു റീപർച്ചേസ് പ്ലാൻ വന്നിട്ടുണ്ട്, ഇന്ന് ലോകത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള വരുമാനം കൊടുക്കുന്നത്, ഒരു PV മാച്ച് 630 രൂപ കിട്ടും, അത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ തന്നെ ആളുകൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറായിരിക്കും. ഒരു PVക്ക് 630 രൂപ, ആ PVയിൽ എത്ര പ്രൊഡക്റ്റ് എടുക്കണമെന്നോ എത്ര രൂപ പർച്ചേസ് ചെയ്യണമെന്നോ നമ്മൾ ഒരാളോട് പറയേണ്ട ആവശ്യമില്ല, PVയിൽ സംസാരിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ വരുമാനം 50 ലക്ഷം രൂപയിലേക്ക് എത്തുന്ന സമയത്ത് കമ്പനിയുടെ റീപർച്ചേസ് പ്രൊഡക്റ്റിന്റെ ടേൺ ഓവറിന്റെ പ്രോഫിറ്റിന് 25% റോയൽറ്റി ഇൻകം ആയിട്ട് തരുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഓണർഷിപ്പിൽ വേണം ഇബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് അപ്ലൈൻ ഇല്ല, നമുക്ക് ഡൗൺലൈൻ ഇല്ല, നമുക്ക് അസോസിയേറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ തളർന്നു പോകുന്നത് എപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ്.
ഡിപ്പെൻഡൻസി ഒഴിവാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ 3 വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ലൈഫിൽ. നിങ്ങൾ ഓരോ ലീഡേഴ്സിനെ എടുത്ത് നോക്കിയാൽ മതി, ആരെയാണെങ്കിലും. മനോജ് സാർ ഈ ബിസിനസ് ഒറ്റയ്ക്ക് ഏറ്റെടുത്തു. എനിക്കറിയാവുന്ന എന്റെ അപ്ലൈൻ ലീഡർ ഗ്രേറ്റ് ഷാജി സാറ് ഒറ്റയ്ക്ക് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ വന്ന മനോഹര സാറ് അത് ഒറ്റയ്ക്ക് ഏറ്റെടുത്തു. 50 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനം. അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്ന വിജയൻ സാറ്, ചന്ദ്രൻ മാഷ്, ശോഭ മേഡം, എനിക്കറിയാവുന്നത്. അതിന് അപ്പുറത്ത് നേരെ പോകുന്ന സമയത്ത് മിനി മേഡം, ജയമോഹൻ സാറ്, അതേപോലെ അഭിലാഷ് സാറ്, ഡാനി സാറ്, ഡാനി സാറിന്റെ പേരായിരുന്നു ആദ്യം പറയേണ്ടത്, ഡാനി സാറ്. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ ചിരിയുടെ രാജകുമാര യുവന സാറ്, ഇവരൊക്കെ പോകുമ്പോ നിങ്ങൾ ആ വണ്ടിയിൽ പോകുന്ന സമയത്തൊക്കെ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ കൂടെ ലീഡേഴ്സിനെ കാണാറില്ല. അവരാണ് അതിനെ നയിച്ചു കൊണ്ടുപോകുന്നത് അല്ലെ. നമ്മുടെ കോറിലുള്ള എല്ലാ ലീഡേഴ്സും വിട്ടുപോയ ആൾക്കാരൊക്കെ. അതിന്റെ ഒരു എന്താ പറയാ, ഒരു വിജയ മന്ത്രം എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. അതെല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ കാര്യമാണ്. ഒരുപാട് ഡെഫിനിഷൻ ആവശ്യമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ 100% ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒരു ലീഡറാണ്. ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നു. ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം എന്തൊക്കെ പഠിക്കണമെന്ന് മനസ്സിലാക്കുന്നു. ആ പഠിച്ചതിന് ശേഷം അത് രണ്ടുപേരോട് പറയാനുള്ള ഒരു മനസ്സുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പല പല ട്രെയിനിങ്ങിൽ, വിനോദ് സാറിന്റെ ആണെങ്കിലും സുരേഷ് സാറിന്റെ ആണെങ്കിലും മനോജ് സാറിന്റെ സ്പീച്ച് ആണെങ്കിലും ഒക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലെ ആളുകളെ അറിയാതെ കൊണ്ടുപോകുന്ന തരത്തിലേക്കാണ് BOP ആണെങ്കിലും NDOP ആണ് RTP ആണെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്ത് ഡിക്ലെയർ ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ലീഡറാണ്. മാറി നിൽക്കുവാണെങ്കിൽ നിങ്ങൾ 5 കൊല്ലം കഴിയുമ്പോഴും എന്റെ കയ്യിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്ന് ഞാനത് വേണ്ട പോലെ ചെയ്തില്ല എന്ന് പറയുന്ന റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളായി നമ്മൾ മാറാതിരിക്കാനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ലീഡർഷിപ്പിലേക്ക് വരണം. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗുഡ് ലീഡർ എന്ന് പറഞ്ഞാല് നല്ല ആത്മാഭിമാനമുള്ള, വ്യക്തമായ ഗോളുള്ള, മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉദാഹരണമായി മാറാൻ പറ്റുന്ന, വിഷനുള്ള, കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അതും പോസിറ്റീവായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, എക്സ്പേർട്ട് ആകാൻ വേണ്ടി ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതേപോലെ തന്നെ തന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന, എൻകറേജ് ചെയ്യുന്ന, കൂടെ വന്നവരെ പെരുന്തച്ഛനാകാതെ കൂടെ വന്ന ആളുകളെ എപ്പോഴും റെക്കഗ്നേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം, വർക്ക് എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സിമ്പിൾ ആണെന്നുള്ളതാണ്. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് മാറ്റിയിട്ടൊന്ന് ഷെയർ ചെയ്യാം. ശ്രീലത മാഡത്തിന്റെ ഫോണ് കുട്ടികൾ ആരോ കളിക്കാൻ പോകും. ക്ലിയർ ആണോ ജയമോൻ സാറേ? നമ്മൾ ഓരോരുത്തരും ലീഡർ ആണെങ്കിൽ ഈ മുന്നിൽ പോകുന്ന ആളെ പോലെ ആയിരിക്കണം. നമ്മൾ ആദ്യം ഇറങ്ങണം ഫീൽഡിലേക്ക്. നമ്മൾ ഇറങ്ങുന്ന കണ്ട് നമ്മുടെ കൂടെ വരുന്ന ഒരു കൂട്ടം ആളുകളെ ക്രിയേറ്റ് ചെയ്താൽ മതി. രാവിലെ മുതൽ മനോജ് സാറ് ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും കാറാണെങ്കിലും എന്നും എല്ലാ പ്രോഗ്രാമിലും ഉണ്ട്. ഈ കഴിഞ്ഞ 4 വർഷത്തിന്റെ മുകളിലായിട്ട് നമ്മൾ അദ്ദേഹത്തിന് എപ്പോഴും കാണുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിനെ കോപ്പി അടിക്കാൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പരമാവധി എന്ത് ചെയ്യും? ഒരു 90%, 10% നമുക്കൊക്കെ ഉറങ്ങാം. അവിടെയും ഇവിടെയൊക്കെ ഈവൻ വണ്ടിയിലാണെങ്കിൽ റോഡ് സൈഡിലേക്ക് ഉറങ്ങാം, കുഴപ്പമില്ല. പക്ഷെ ഇതേപോലെ നമ്മൾ ഓടിയാൽ മാത്രമേ നമ്മൾ ടീം ഓടും. ഇല്ലെങ്കിൽ അവര് സൈഡിൽ നിന്ന് സിഗരറ്റ് വലിക്കും, അവിടുന്ന് കഥ പറയും, ചായ കുടിക്കും, തിരിച്ചു വീട്ടിൽ പോകും. നമ്മൾ ഓടുമ്പോ നമ്മളെ ഓടും എന്ന് പറയാൻ കാരണം വെച്ചാല് സർവീസ് റോഡിൽ നിന്നും നമ്മൾ ഹൈവേയിലേക്ക് നമ്മുടെ വണ്ടി എപ്പോ കയറ്റുന്നു ആ സമയത്ത് അതുവരെ 40-60 പോയാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് 80, 90, 100ലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ആ ഹൈവേയുടെ മഹത്വം കൊണ്ടൊന്നല്ല, നമ്മുടെ മനസ്സിന്റെ മഹത്വം എന്ന് പറയാൻ പറ്റും. അല്ല, ശരിയല്ലേ? അതേപോലെ ഓടുന്ന ആളുടെ കൂടെ മാത്രമേ ആളുകൾ ഉണ്ടാവൂ. ഇതില് ലീഡേഴ്സിന്റെ ഒരു 7 C's എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു മണിക്കൂറിന് മുകളിൽ ഇതിൽ പല ലീഡേഴ്സും ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഞാൻ എന്തിനീ ബിസിനസ് ചെയ്യുന്നു, എന്റെ ടീമില് ആരെന്ത് ചെയ്യുന്നു എന്നുള്ള ക്ലാരിറ്റി അല്ല, ഞാൻ എന്തിനീ ബിസിനസ് ചെയ്യുന്നു, അത് ചെയ്യാനുള്ള ധൈര്യം ഞാൻ നേടിയെടുക്കണം.
കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ ഒരാൾക്ക് തളർത്താൻ പറ്റില്ല എന്നതാണ്. കമ്പാഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. എന്താ പറയാ, ഇപ്പൊ ഡാനി സാർ എനിക്ക് ഏറ്റവും ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ബഹുമാനം തോന്നുന്ന ഒരു വിജയം നടന്നത് നമ്മുടെ ഡാനി സാറിന്റെയാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഈ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു കഴിഞ്ഞാൽ, മനോജ് സാറ് റോക്കറ്റ് വേഗത്തിൽ എന്ത് ചെയ്തു, ഒരു കോടി അടിച്ച് 3.5 കോടിക്ക് മുകളിൽ വാങ്ങി പോകുമ്പോ നമുക്കൊരു ചിലപ്പോ നമുക്ക് ഒരു സാധാരണക്കാരായ നമുക്കൊരു ഇതുണ്ടാവും, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്ത ചെറുതായിട്ടെങ്കിലും വന്ന ആളുകളുണ്ട്. പക്ഷെ ഡാനി സാറിന് 1 കോടിക്ക് മുകളിൽ എത്തിയപ്പോ മനോജ് സാറിന്റെ കൂടെ വന്ന ആളുകളൊക്കെ 3-4 കോടിയൊക്കെ വാങ്ങിയ കഥയൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് 1 കോടിക്ക് മുകളിൽ വരുമാനം നേടിയപ്പോ തൊട്ട് പുറകെ നമ്മുടെ ഷാജി സാറും അതേപോലെ ബെന്നി സാറും 1 കോടിയിലേക്ക് അടുക്കുമ്പോ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എന്റെ കോൺഫിഡൻസ് അതാണ്. കാരണം ഒരു 2 to 3 years കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ സമൃദ്ധിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പോകാൻ പറ്റും. നിങ്ങൾക്ക് ആകെ വേണ്ടത് കൺസിസ്റ്റൻസി മാത്രമാണ്. ബാക്കിയൊക്കെ നമുക്ക് അതർ പീപ്പിൾ ടൈം, അതർ പീപ്പിൾ എഫേർട്ട്, അതർ പീപ്പിൾ മണി, അതർ പീപ്പിൾ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കടമെടുക്കാം. പക്ഷെ ഇതൊക്കെ ഉള്ള ആള് ടീമിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ വേറെ കമ്പനിയിലേക്കോ വേറെ പ്ലാനിലേക്കോ പോവുകയാണെങ്കിൽ അതിന് കൺസിസ്റ്റൻസി ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതേപോലെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ബിസിനസ് ചെയ്യുന്നു, 6 മാസം ബിസിനസ് ചെയ്യുന്നു, 6 മാസം നിങ്ങൾ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീഴ്ചലിനൊക്കെ പോയി 3 മാസം കഴിഞ്ഞ് കർക്കിടകം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിങ്ങത്തിൽ നിങ്ങൾക്ക് ടീം ഉണ്ടാവില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക, സ്ഥിരോത്സാഹത്തോടു കൂടി വേണം ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റുമോ, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത്. അതേപോലെ കോച്ചിങ്, ടീമിൽ എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണം. ഐഡിയ അടിക്കുന്നത് മുതൽ അവരെ എന്ത് ചെയ്യുക, BOP എടുക്കുന്നതിലേക്കും അതേപോലെ NDOP എടുക്കുന്നതിലേക്കും കഴിവുള്ള ആളുകളും കപ്പാസിറ്റി ഉള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കയറ്റി വിടുമ്പോൾ നിങ്ങൾ ഒരു ലീഡറാകും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 5 കൊല്ലം കഴിയുമ്പോഴും ഇതേ ഒരു എന്താണ് ഒരു നേർരേഖ പോലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും. ഏറ്റക്കുറച്ചിലുള്ള ലൈഫാണ് ലൈവായിട്ടുണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ലീഡർഷിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പഠനം അത് ഹൈദരാബാദ് സിറ്റി ഓഫ് തെലങ്കാന സ്റ്റേറ്റിലെ പ്രൊഫസർ B. ഉഷാ കിരണും അതേപോലെ തന്നെ ത്യാഗരാജു എന്ന് പറയുന്ന 2 പ്രൊഫസേഴ്സ് നടത്തിയിട്ട് അതിന്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. ലീഡർഷിപ്പ് ഈസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസ് ഇൻവോൾവ്സ് ലീഡിങ് അതർ ഫോളോയിങ് ലീഡേഴ്സ് ടുവേർഡ്സ് അച്ചീവ്ഡ് സ്റ്റേറ്റഡ് ഗോൾ. ഒരു വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോളോ ചെയ്യുന്ന ലീഡേഴ്സിനെ എത്തിക്കുന്ന വർക്ക് പണിയെടുക്കുന്ന ആളാണ് ഒരു നെറ്റ്വർക്കിലെ ലീഡർ. ഗ്രേറ്റ് ലീഡർ ഉണ്ടാവും അല്ലെ, ഗുഡ് ലീഡർ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇതിനെ 4ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അതിനെ 4ആയിട്ട് തരംതിരിക്കാം. എ ലീഡർ ആസ് എ ബിൽഡർ എന്ന് വെച്ചാൽ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വ്യക്തമായ ഒരു പ്ലാനിങ് സ്ട്രാറ്റജി ഉണ്ടാക്കണം. എങ്ങനെ വർക്ക് ചെയ്യണം, എവിടെയൊക്കെ കാണണം, നോർമൽ ലിസ്റ്റ് മേക്കിംഗ് മുതൽ ഇങ്ങോട്ടുള്ള ഒരു സ്ട്രാറ്റജി ആദ്യം ലീഡർക്ക് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബിസിനസ് സ്ട്രാറ്റജിനെ ഓരോ ദിവസവും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് എടുക്കണം. ഇത് നമ്മളായിരിക്കണം ഇതിനെ ബിൽഡ് ചെയ്യേണ്ടത്. മനോജ് സാറിന്റെ കയ്യിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അതിനെ കേരളത്തിൽ ബിൽഡ് ചെയ്തത് മനോജ് സാറാണ് അല്ലെ, അതുകൊണ്ട് അദ്ദേഹം വിജയിച്ചു. മറ്റുള്ള ലീഡേഴ്സിന്റെ കൈ കിട്ടിയപ്പോൾ മനോജ് സാർ ബിൽഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു നിന്ന ആളുകളൊക്കെ പാതി വഴിയിൽ ഇറങ്ങിപ്പോയി. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കും. ഇത് വേണേൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. രണ്ടാമത്തെ ലീഡർ ആസ് എ നാവിഗേറ്റർ. നാവിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നയിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം അല്ലേ. നമ്മൾ നാവിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനെന്ത് ചെയ്യണം, നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇനീഷ്യേഷൻ എടുക്കാനുള്ള മനസ്സ് വേണം. നമ്മൾ ഇറങ്ങണം. ലീഡർ വരട്ടെ, അപ്ലൈൻ വരട്ടെ, എണ്ണ അടിക്കട്ടെ, BOP സെൻട്രലിൽ അപ്ലൈൻ വരട്ടെ, അതേപോലെ തന്നെ NDOPകളിൽ അപ്ലൈൻ വരട്ടെ എന്നുള്ള ചിന്തയിലുള്ള ആരെങ്കിലും ഇതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത ഇപ്പൊ ഈ നിമിഷം മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ലീഡർ ആകാൻ പറ്റും. അതേപോലെ തന്നെ ഫോളോവേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് കഴിവുകളുള്ള പല മേഖലയിൽ കഴിവുള്ള ലീഡേഴ്സ് ഉണ്ട്. ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ ആളെ കൂട്ടി തരും. അവരെ എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം. അവര് വിളിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം വെക്കുമ്പോഴത്തേക്ക് അവർ ബസ്സിൽ ആളെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അവരെ കഴിവതാണ്, നമ്മൾ തിരിച്ചറിയണം. അവര് ചിലപ്പോ സെയിൽ എടുക്കുന്നതിൽ പരാജിതരായിരിക്കും, പക്ഷെ അവരുടെ ഈ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ടീം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലീഡറുടെ ഉത്തരവാദിത്വം. ചില ആളുകൾ നന്നായിട്ട് ക്ലാസ് എടുക്കും, നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് പിന്നെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യും. ചിലപ്പോൾ മേ ബി അവർക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ കഴിവുണ്ടാവില്ല.
അപ്പൊ അവരുടെ കഴിവ് വെച്ച് അവരുടെ മേഖലയിൽ അവർക്കൊരു ടീം ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ നല്ല എന്താ പറയാ കലാപരമായ കഴിവുകളൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ ടീമിലുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഒരു മാസീവായിട്ടുള്ള പ്രോഗ്രാം വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളെ തിരികെ കയറണം. അവിടെ കമ്മിറ്റിയിലേക്കാണെങ്കിൽ കമ്മിറ്റിയിലേക്ക്, ഇല്ലെങ്കിൽ അവിടെ അതൊരു പ്രോഗ്രാമിലേക്ക്, അങ്ങനെ അദ്ദേഹം ലീഡർഷിപ്പിലേക്ക് വരും. പിന്നീട് അദ്ദേഹത്തിന് നമ്മളെ വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവരെ മോൾഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളായിരിക്കണം നിങ്ങളുടെ ടീമിനെ നാവിഗേറ്റ് ചെയ്യുന്നത്. ലീഡർ ആസ് എ മോട്ടിവേറ്റർ എന്നാണ്. നമ്മൾ ടോട്ടൽ ടീമിന് മോട്ടിവേഷൻ നൽകേണ്ടത് നമ്മളായിരിക്കണം. ഒരു പരിധി വരെ നമുക്കതിന് കഴിയണം. ഇല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്ന നമ്മുടെ ഗ്രേറ്റ് അപ്ലയൻസ് ലീഡേഴ്സ് ഒരുപാടുണ്ട്. നമ്മളെ കൊണ്ടുവന്ന ആളല്ല നമുക്ക് അപ്ലൈൻ നടന്നത്, ആക്റ്റീവായിട്ട് കൂടെയുള്ള ആളുകളായി അവരെ എന്ത് ചെയ്യണം, അവരുടെ സപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യണം. അവരുടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ടീമിലേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. ലാസ്റ്റ് ലീഡർ എസ് എ മെന്റർ എന്നാണ്. നിങ്ങളുടെ ടീമിന്റെ മെന്റർ നിങ്ങളായിരിക്കണം. ടീമിലൊരു പ്രശ്നം വരുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, അതിനെ സോൾവ് ചെയ്യുന്നത് ടീമിലുള്ള ഓരോ ആളുകളെയും എന്ത് ചെയ്യണം, നമ്മൾ കണ്ട് സംസാരിച്ച് അവരുടെ കഴിവും കപ്പാസിറ്റിയും മനസ്സിലാക്കി ഒരു മെന്റർ എന്നുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ഇപ്പൊ എന്താ സംഭവം വെച്ചാൽ നമ്മുടെ കൂടെ വന്നു, എന്റെ കൂടെ ഇപ്പൊ മിനി മേഡം ജോയിൻ ചെയ്തു. ഇപ്പൊ മിനി മേഡത്തിന്റെ കൂടെ ഒരു 5-10 പേര് വന്നു. ഏറ്റവും ബോട്ടം ലെവൽ ഇന്നലെ ജോയിൻ ചെയ്ത ആളെ എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് അദ്ദേഹം എന്ന്. പ്രോഗ്രാം സെന്ററിൽ വെച്ച് കാണുന്ന സമയത്ത് മിനി മേഡം വന്നിട്ട് പറയും ഇന്ന ആളാണ്. ഉദാഹരണത്തിന് നമ്മുടെ പേര് പറയുന്നത് അഭിലാഷ് സാർ വന്നു. ഇത് എന്റെ കൂടെ നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്ത അഭിലാഷ് സാറാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് സാറാണോ എവിടെയാണോ എന്ന് ചോദിക്കുന്നതിന് പകരം മിനി മേഡമായിട്ട് എനിക്ക് നല്ല ബന്ധം ഉണ്ടെങ്കിൽ എനിക്ക് അപ്ഡേറ്റ് കിട്ടും എന്റെ ടീമിൽ ആരൊക്കെ ജോയിൻ ചെയ്തെന്നുള്ളത്. ഒരു ലീഡറുടെ ഒരു പതനമാണ് നമ്മുടെ ടീമിൽ വന്ന ആളുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് നമ്മളെക്കാട്ട് കഴിവുള്ള ഇപ്പൊ ജോയിൻ ചെയ്ത ലീഡർക്ക് മനസ്സിലാവും. നമ്മളതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ എന്റെ കൂടെ വന്ന ലീഡർക്ക് എന്റെ കഴിവും കപ്പാസിറ്റിയും അളക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മളായി ഇട്ടുകൊടുക്കരുത്. അപ്പൊ ഒരു മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരമായിട്ട് ടീമുമായിട്ട് സമ്പർക്കത്തിലായി അതിൽ ഒരു മെന്റർ എന്ന ഡെഫിനിഷൻ തന്നെ എന്റെ കഴിവും എന്റെ കഴിവുകേടും എന്നേക്കാൾ നന്നായി തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെന്ററാണ്. എന്നിട്ട് എന്റെ കഴിവുകേടിനെ കുറക്കാനും കഴിവിനെ കൂട്ടാനും ആസ് എ ലീഡർ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ഈ 4 കാര്യങ്ങളാണ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു ലീഡർഷിപ്പിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ലീഡർ ആസ് എ ബിൽഡർ, ലീഡർ ആസ് എ നാവിഗേറ്റർ, ലീഡർ ആസ് എ മോട്ടിവേറ്റർ, ലീഡർ ആസ് എ മെന്റർ. ഈ 4 കാര്യങ്ങളിലും നമുക്ക് മാറാൻ പറ്റിയാൽ ഇതിന് വിദ്യാഭ്യാസം വേണ്ട. ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള കഴിവ്, ടീം ബിൽഡ് ചെയ്യാനുള്ള കഴിവ്, വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. അതിന് ആരെങ്കിലും കൺഫ്യൂഷൻ ആവരുത്. വിദ്യാഭ്യാസമുള്ള ആളുകൾ ആരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിജയിച്ചിട്ടില്ല. അതേപോലെ അതിന് സൗന്ദര്യം വേണ്ട, നിങ്ങൾക്ക് കുടുംബ മഹിമ വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട. നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്റെ കൂടെ വരുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനും അവർക്ക് ലക്ഷ്യത്തിലേക്ക് പോകാൻ നാവിഗേറ്റ് ചെയ്ത് കൊടുക്കാനും അവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ. അന്നൊക്കെ മനോഹര സാറൊക്കെ ആ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ച് ഉല്ലസിച്ച് വരുന്ന സമയത്ത് അവിടെ വന്നൊരു വൈബ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടുഡേ ഗെയിമിലൊക്കെ. അപ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അങ്ങനെ ഒരു എന്താ പറയാ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ലീഡർ ആസ് എ മെന്റർ. ഏറ്റവും നല്ല മെന്റർ ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യുന്നത് അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തികളാണ്. എല്ലാ പ്രശ്നങ്ങളും നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും എന്തിന്റെ ആവശ്യമില്ല, വിദ്യാഭ്യാസത്തിന്റെയോ മറ്റു വലിയ കഴിവുകളുടെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ആകാൻ പറ്റുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഒരു ലീഡർ ഉണ്ട് അല്ലെ, ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന എ സ്പീഡ് ഓഫ് ദ ലീഡർ ഈസ് ദ സ്പീഡ് ഓഫ് ദ ടീം എന്നാണ്. ഒരു ടീമിന്റെ സ്പീഡ് ഒരിക്കലും ഇപ്പൊ നമ്മുടെയൊക്കെ അപ്ലൈ ചെയ്ത മനോജ് സാർ ഇവിടെ ഇരിക്കുന്നത്, മനോജ് സാറിന് പോലും സാഗർ ജോഷി സാറിന്റെ സ്പീഡിന്റെ അത്ര ഓടിച്ച് ഇപ്പൊ എത്താൻ പറ്റിക്കാണും അല്ലെ. മനോജ് സാറിന് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. യെസ് ഓർ നോ സാർ? ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുതാ. ഹൈ സ്പീഡ് ജെറ്റ് പോകുന്ന പോലല്ലേ MD പോകുന്നത്? ഓടിയിട്ട് എത്തുന്നില്ലല്ലോ സാറേ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ മനോജ് സാർ പരമാവധി ഓടുന്നുണ്ട്. മനോജ് സാറിന്റെ കൂടെ ഓടാനെങ്കിൽ നമുക്ക് പറ്റണം. അതിന്റെ 10% ഓടിയാൽ മതി. 4 കോടിക്ക് പകരം 1 കോടി കിട്ടിയാൽ നമുക്ക് അത്രയും
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലവ് മൂവ്സ് യുവർ ടീം ടുവാർഡ്സ് ദ ഗോൾ എന്നാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ തലക്കനോ നിങ്ങളുടെ ഈഗോയോ നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങൾ ഇനി പിന്നെ ഏത് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആളാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർഡ് ആയ ആളുകളായിരിക്കും, അതൊന്നും നിങ്ങളുടെ ടീമിനെ നിങ്ങളെ കൂടെ സഞ്ചരിക്കാൻ അതൊന്നും അല്ല കാര്യം. നിങ്ങൾക്ക് അവരെ അൺകണ്ടീഷണലായി സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ് ആദ്യം വേണ്ടത് ഒരു ലീഡർക്ക്. ലവ് മൂവ്സ് യുവർ ടീം ടുവാർഡ്സ് ദ ഗോൾ. ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ടീമിനെ കൊണ്ടുപോകുന്നത് സ്നേഹം മാത്രമാണ്. ആ സ്നേഹം അനുഭവിച്ച ആളുകളാണ് നിങ്ങൾ. അതിലും മനോജ് സാറിനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ആളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. ഈ KBC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ തകർക്കപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത ആളുകളെ ചേർത്ത് പിടിച്ച് ഒരാശയും ഒരു പ്രതീക്ഷയില്ലാത്ത ആളുകൾക്ക് പ്രതീക്ഷ കൊടുത്ത് വീണ്ടും ഇതിനെ കരകയറ്റി കൊണ്ടുവരാൻ ആ മനുഷ്യൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ലീഡർഷിപ്പ് ആണ്. ഇതിൽ അത് അനുഭവിക്കാത്ത ആളുകളില്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ലീഡർഷിപ്പിലേക്ക് വരുന്നില്ല? ഇതാണ് ചോദ്യം. നമ്മൾ വരാത്ത ഒറ്റ കാരണമുള്ളൂ, ഫിയർ. ഫിയർ ആണ് നിങ്ങൾ ലീഡർഷിപ്പ് എടുക്കാത്തതിന് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം നമുക്ക്. കുറച്ച് പേർക്കെങ്കിലും ഫിയർ ഉണ്ട്. ഓക്കെ, ആ ഫിയർ എന്ത് ചെയ്യാ? ഫിയറിനാകെ രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന്, ഫോർഗെറ്റ് എവരിതിങ് ആൻഡ് റൺ. എന്ത് ചെയ്യാ? എല്ലാം മറന്ന് തിരിച്ചോടുക. ഒന്നുകിൽ അങ്ങനെ നിങ്ങൾക്ക് ഓടാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേസ് എവരിതിങ് ആൻഡ് റൈസ് എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിനും നേരിടുക, ഉയരങ്ങളിലേക്ക് പോവുക. ഇത് രണ്ടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ഫിയർ, ഡൗട്ട്സ്, ഇത് രണ്ടും നിങ്ങളെ ലൈഫിൽ സക്സസിനെ ഇല്ലാതാക്കും. പേടിയും അതേപോലത്തെ സംശയവും, അത് രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനാക്ഷൻ ആണ്. ഇനാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും എന്തുണ്ടാവില്ല, ഒരു പണിയും എടുക്കാനുള്ള ഒരു മൂടുണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ പേടി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണെങ്കിൽ പേടി ഉണ്ടാവും. ലോകത്തിൽ വിജയിച്ച ഏറ്റവും സമ്പന്നരായതും ലൈഫിൽ സക്സസ് ചെയ്ത ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരും പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് എനിവേ എന്ന് പറഞ്ഞത്. അവരെ പറ്റി പഠിച്ച ഒരു കാര്യത്തിന് വളരെ വ്യക്തമായി എഴുതിയത് അവർ പേടിയെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏത് വിധേനയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോ ഓൾറെഡി ഇത് തീരുമാനിച്ചു, ഈ പ്ലാനിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നീട് വേണ്ടത് ട്രസ്റ്റ് ആണ്. ടീമിൽ പരസ്പരം ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. വെറും ഒരു കോർഡിനേഷൻ ആയി പോകും. അതുകൊണ്ടാണ് കുറെ ആളുകൾ ടീം മാറി അപ്പുറത്ത് പോകുന്നു, ടീം മാറി ഇപ്പുറത്ത് പോകുന്നു, വേറെ കമ്പനി പോകുന്നു, ക്രിപ്റ്റോ കറൻസി ചെയ്യാൻ പോകുന്നു. പരസ്പരം വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം എന്റെ ടീമിൽ എന്നോട് ആളുകൾക്ക് വിശ്വാസമില്ലെങ്കിൽ 100% ഉത്തരവാദിത്വം എനിക്കാണ്. നിങ്ങൾ നിങ്ങളെ നെഞ്ചി കൈവച്ച് പറയാ, എന്റെ ടീമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ 100% ഉത്തരവാദിത്വം എനിക്കാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കൊളാബറേഷൻ നടക്കൂ. കൊളാബറേഷൻ ഇല്ലാത്ത ഒരു ടീം ഒരിക്കലും സക്സസിലേക്ക് പോകില്ല. ട്രസ്റ്റ് ഇല്ലെങ്കിൽ ആകെ സംഭവിക്കുന്നത് അവിടെ വെറും ഒരു ഇറ്റ്സ് എ മിയർ കോപ്പറേഷൻ ആണ്. ഒരു വെറും സഹകരണം മാത്രമേ ഉണ്ടാവും. കാണുമ്പോൾ ചിരിക്കും, ചോല കൈകെട്ടും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, മനസ്സിൽ വേറെ പറയും, സെൽഫ് ടോക്ക് വേറെ ആയിരിക്കും. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പരിശുദ്ധ ലീഡർ എന്ന് വെച്ചാൽ എപ്പോഴും പ്യൂരിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ. അതാകുമ്പോൾ നമുക്ക് കുറ്റബോധം ഉണ്ടാവില്ല. 100% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചിലപ്പം സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് കുറ്റബോധം ഉണ്ടാവില്ല. നമ്മൾ ആരെങ്കിലും വിട്ടു പോയാലും നമുക്ക് കുറ്റബോധം ഉണ്ടാവില്ല. കാരണം നമ്മൾ അവരോട് മര്യാദ കാണിച്ചു എന്ന് മാത്രം. കാരണം ഞാനിപ്പോ സംസാരിക്കുന്നത് ലീഡേഴ്സിനോടാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ലീഡേഴ്സ് ആണ് എന്നാണ് എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വിശ്വാസം. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. വേദനിക്കുന്ന വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ട്രസ്റ്റ് നമുക്ക് നമ്മുടെ ടീമിലുണ്ടായിരിക്കണം, കമ്പനിയിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ കൂടെ വന്ന അസോസിയേറ്റ്സിനോട് ഉണ്ടായിരിക്കണം, അവർക്ക് നമ്മളോട് ഉണ്ടായിരിക്കണം. ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക.
ചോദ്യം ഇത്രയേ ഉള്ളൂ. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അത് ഫോളോവേഴ്സിനുള്ള വീഡിയോ അല്ല. അതിന് രണ്ടാമതൊരു ആംഗിൾ കാണാം. നിങ്ങളുടെ ലീഡർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ആട് പോകുന്ന പോലെ പോകാറുണ്ടോ? ഒരു BOPക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ പോകാറുണ്ടോ? ഒരു NDOPക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ പോകാറുണ്ടോ? ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന സമയത്ത് കട്ടക്ക് കൂടെ നിൽക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒരു ലീഡർ ആയിരിക്കും. ഇതാണ് ചോദ്യം. നമുക്ക് നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ലീഡറെ മനസ്സിലാക്കാനും ആ ലീഡറുടെ കൂടെ കട്ടക്ക് നിൽക്കാനും നമ്മൾ ഓരോരുത്തർ ആദ്യം തയ്യാറായാൽ നമ്മുടെ ഫോളോവേഴ്സ് അതേപോലെ നമ്മളെ കൂടെ നിൽക്കും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ നമ്മളത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് ആ ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. എ ലീഡർഷിപ്പ് ഈസ് ദ കപ്പാസിറ്റി ടു ട്രാൻസ്ലേറ്റ് എ വിഷൻ ഇൻ ടു റിയാലിറ്റി എന്നാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് വരുന്ന ആളുകൾ കൂടെയുള്ള അവരുടെ എല്ലാ വിഷനെയും റിയാലിറ്റിയാക്കി മാറ്റി കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ടീമിൽ അവർക്ക് സ്വപ്നം കാണാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ഓരോ തരത്തിലും ലെവലില് എന്ത് ചെയ്യാ ഏടിയത് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളൊരു മോഡൽ ആവുന്ന സമയത്താണ് നമ്മളൊരു ലീഡർ ആവുക. അതുകൊണ്ട് തന്നെ നമ്മൾ പണിയെടുപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് എങ്ങോട്ട് പോകണം എന്നറിയാം. ഇതൊക്കെ സാധാരണ എല്ലാ ട്രെയിനിങ്ങിലും പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചർ കാണുന്ന പോലെ ഇതിൽ തുഴയുന്ന ആളുകൾ ഒരുപാടുണ്ടാവും അല്ലെ. പക്ഷെ അവിടെ ആവേശം കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും. നിങ്ങളുടെ ടീമിൽ നിങ്ങളാണോ ആവേശം? നിങ്ങളോട് ചോദിക്കുക. ഈ ചിലപ്പോ ഈ ആറന്മുള വള്ളംകളി കണ്ട ആളുകളൊക്കെ ഉണ്ടാവും. അവിടെ ഏറ്റവും കൂടുതൽ ആവേശം കൊടുക്കുന്ന ഒരു ലീഡറുടെ ഒരു വഞ്ചി ആയിരിക്കും ഏറ്റവും മുന്നിലെത്തുന്നുണ്ടാവുക. അതിന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമോ വേറെന്തെങ്കിലും യോഗ്യതകളോ ഈവൻ തുഴയാൻ പോലും അറിയണമെന്നില്ല. ഐഡി അടിക്കാനും പിന്നെടുക്കാനും അറിയണ്ട. ബാങ്ക് അക്കൗണ്ട് തന്നെ വേണമെന്നില്ല. പൈസ വരാനുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ട് മതി. വേറെ ഒരു പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ആവേശം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പോസിറ്റീവ് ആണോ? മറ്റുള്ളവർ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയം വെച്ചിട്ടാണോ നിങ്ങൾ ടീമിൽ സംസാരിക്കുന്നത്? അത് ഇന്നു മുതൽ നിർത്തിയാൽ മതി. എപ്പോഴും പോസിറ്റീവ് ആവേശം കൊടുക്കാൻ വേണ്ടി ആവേശമുള്ള ആളുകളുടെ കൂടെ നടന്നാൽ മതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലീഡർഷിപ്പിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ലീഡർ ആണെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാ പറയാ, എ ലീഡർ ഈസ് സംവൺ യു ചൂസ്. ഒരു ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ചൂസ് ചെയ്തതാണ്. എന്തിന്? ടു ഫോളോ ടു എ പ്ലേസ്. ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി, ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി. വേർ യു വുഡിൻ ഗോ ബൈ യുവർ സെൽഫ്. നമുക്ക് ഒറ്റക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്താണ് നമ്മുടെ ലീഡറിനെ. യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, നിങ്ങളെ സെലക്ട് ചെയ്ത നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ അടുത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? അവരുടെ ഭാഗത്താണ് നമ്മൾ ഈ ഡെഫിനിഷൻ കാണേണ്ടത്. അവർക്ക് ഒറ്റക്ക് പോകാൻ അല്ലെങ്കിൽ ഒറ്റക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളെയും എന്നെയും വിശ്വസിച്ച് കൂടെ വന്ന ആളുകളെയാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് അതിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിഷനൊക്കെ വളരെ എളുപ്പമാണ് കേൾക്കാനും പറയാനൊക്കെ. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കേരളവും ഇന്ത്യയും നോക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ടീമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഈ MLM ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് സ്പീഡായിട്ട് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഹൂ ഈസ് എൻ MLM ലീഡർ? ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്ന സമയത്ത്, ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് സംവൺ ഹു ക്രിയേറ്റ് ലീഡേഴ്സ്. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ലീഡർ. കേരളത്തില് ആര് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും മനോജ് സാറിന്റെ ടീമിലാണ്. യെസ് ഓർ നോ? നമ്മുടെ പഞ്ചായത്തില് ആര് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ടീമിലാണോ നോക്കുക. അതാണ് ഒരു MLM ലീഡർ. ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളല്ല ലീഡർ. ഇൻ MLM ലീഡേഴ്സ് സസ്റ്റെയിൻ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസിനെ നിലനിർത്തുന്നത് ലീഡേഴ്സ് ആണ്, ഫോളോവേഴ്സ് അല്ല. രോഗികളല്ല നമ്മുടെ ബിസിനസ് നിലനിർത്തുന്നത്. അത് നമുക്ക് വരുമാനം വാങ്ങാനുള്ള ഒരു ഉപാധിയാണ്. അവരിലൂടെ നമ്മൾ ആളുകളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരാണ് നമ്മുടെ ബിസിനസ് നിലനിർത്തുന്നത്. ഒരു MLM ലീഡർ ആയി മാറാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റുള്ള ലീഡേഴ്സുമായിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകളുമായിട്ടായിരിക്കണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരേണ്ടത്. പ്രതീക്ഷയില്ലാത്തവർക്ക് പറ്റിയ പണിയല്ല MLM എന്ന് പറയുന്നത്. ഇഫ് ദ ലീഡർ ഗെറ്റ് സോഫ്റ്റ്, നമ്മൾ സോഫ്റ്റ് ആണെങ്കിൽ ദ ഫോളോവേഴ്സ് ബിക്കം വെരി വീക്ക് എന്നാണ്. നമ്മുടെ കൂടെ വന്ന ആളുകൾ വല്ലാതെ വീക്കായി പോകും. അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്കാണ് വിഷൻ വേണ്ടത്. അതേപോലെ തന്നെ ഡോണ്ട് ഫാൾ ഇൻ ലവ് വിത്ത് ടെക്നോളജി.
ടെക്നോളജിനെ സ്നേഹിച്ചിട്ട് അതിൽ മാറിപ്പോകരുത്. ഈ ഐഡിയ എടുക്കുക, പിന്നെ എടുക്കുക, വീട്ടിൽ നിന്ന് പണിയെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ഉപേക്ഷിക്കണം. വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. വെറും എന്താ പറയാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പണിയെടുക്കാതെ പഠിപ്പിക്കും. എന്താ വെച്ചാല് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഐഡിയ അടിക്കണം, പിന്നെ എടുക്കണം, ഞാനത് ചെയ്യും, ഞാനിത് ചെയ്യും, ആർക്കും വിട്ടുകൊടുക്കില്ല, ഡെലിഗേറ്റ് ചെയ്യില്ല വർക്ക്. അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ സക്സസിലേക്ക് പോകാൻ പറ്റാതെ. MLM ഈസ് ഓൾ അബൌട്ട് കണക്ടിങ് ആൻഡ് വർക്കിംഗ് വിത്ത് പീപ്പിൾ ആണ്. ആളുകളുടെ കൂടെ കണക്ട് ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള ഒരു മേഖലയാണ് MLM. പ്രോസസ് ഡോണ്ട് ഡു വർക്ക്, പീപ്പിൾ ഡു. ഒരു പ്രോസസ്സും വർക്ക് ചെയ്യില്ല ഇതിൽ. അതുകൊണ്ടാണ് ടെക്നോളജി വന്നാൽ എഫക്ട് ചെയ്യാത്തൊരു മേഖല ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറയാൻ കാരണം ഒരു പ്രോസസ്സും ഇവിടെ വർക്ക് ചെയ്യില്ല, പീപ്പിൾ മാത്രമേ വർക്ക് ചെയ്യൂ. അതുകൊണ്ട് തന്നെ ആളുകളെ മാനേജ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ബയോട്ടോറിയത്തിലേക്ക് വന്ന് ലീഡർഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രസ് കോഡ് മാറ്റുക എന്നുള്ളതാണ്. ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് നല്ല ഡ്രസ് കോഡ് ആയിരിക്കണം. ഇൻസൈഡ് ചെയ്യണമെന്നോ കോട്ടിടണമെന്നോ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ വരുന്നത് കണ്ടാൽ അറിയണം. ഞാൻ എപ്പോഴും എന്റെ ട്രെയിനിങ്ങിലൊക്കെ പറയുന്നതാണ്, രാത്രി 12 മണിക്ക് 1 മണിക്ക് നമ്മൾ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസൈഡ് ചെറുപ്പക്കാരൻ വഴിവക്കിൽ നിന്ന് വളരെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരു ഡയറക്ട് സെല്ലർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു MLM ലീഡർ ആയിരിക്കും. അവന് രാത്രിയൊന്നും പകലൊന്നും ഉണ്ടാവില്ല. അവന്റെ ഉത്സാഹം ഒരു സമയത്തും എന്തുണ്ടാവില്ല, ഉറങ്ങുന്ന സമയത്ത് അവൻ ഉത്സാഹിയായിരിക്കും. ആ ഒരു ലെവലിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. നമ്മുടെ എല്ലാ ഫങ്ഷൻസും പോഷായിരിക്കണം. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ട്, ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു പൊളിറ്റിക്കൽ കോട്ടാണെങ്കിലും ഇതിൽ നിങ്ങൾ ലീഡേഴ്സ് ആണെങ്കിൽ അമേരിക്കയുടെ 33ാമത്തെ പ്രസിഡന്റ് ഹാരി എസ്ട്രോമാന്റെ കോട്ടാണ്. എ ലീഡർ ഈസ് എ മാൻ ഹു ഹാസ് ദ എബിലിറ്റി ടു ഗെറ്റ് അതർ പീപ്പിൾ ടു ഡു വാട്ട് ദേ ഡോണ്ട് വാണ്ട് ടു ഡു ആൻഡ് ലൈക്ക് ഇറ്റ്. എന്റെ കൂടെ വന്ന ആളുകൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതും അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുമായ കാര്യങ്ങൾ ചെയ്യിക്കാൻ ഞാൻ പ്രാപ്തനാണെങ്കിൽ ഞാനൊരു ലീഡറാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഏറ്റുപിടിച്ചാൽ മതി. എന്റെ കൂടെ വന്ന ആളുകൾക്ക് BOPയിൽ വരാൻ താല്പര്യമില്ല, NDOPയിൽ വരാൻ താല്പര്യമില്ല, 1-to-1 ചെയ്യാൻ താല്പര്യമില്ല, ഹോം മീറ്റിംഗ് ചെയ്യാൻ താല്പര്യമില്ല. അവർക്കും താല്പര്യമില്ല, നമുക്കും താല്പര്യമില്ല. ഓക്കെ. പക്ഷെ വിജയിച്ച ലീഡറെ നോക്കിക്കഴിഞ്ഞാൽ അവര് രാവിലെ 5 മണിക്ക് എണീക്കുന്നു, അവര് ലിസ്റ്റ് ചെയ്യുന്നു, അവരുടെ കൂടെ വന്ന ആളുകളെ പോയി കണ്ട് 1-to-1 കൊടുക്കുന്നു, അവരെ കൊണ്ട് ഹോം മീറ്റിംഗ് നടത്തുന്നു, അവരെ BOP സെന്ററിലേക്ക് എത്തിക്കുന്നു, അവർ NDOPയിൽ എത്തിക്കുന്നു, അവരുടെ RTPയിൽ എത്തിക്കുന്നു, അവരുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയുള്ള പ്രോസസ്സ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ആളുകളായിരിക്കും ലൈഫിൽ സക്സസ് ആവുക. നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, പക്ഷെ അത് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ളതാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോപ്പി ചെയ്യുക. ഇതിൽ അഭിപ്രായമുള്ള ആളുകളുണ്ടാവും, അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടാവും. അതിന്റെ താഴെ അദ്ദേഹം തന്നെ പറഞ്ഞ കോട്ടുണ്ട്, നോട്ട് ഓൾ റീഡേഴ്സ് ആർ ലീഡേഴ്സ്. ഒരുപാട് വായിക്കുന്ന ആളുകളൊന്നും ലീഡേഴ്സ് ആവില്ല, പക്ഷേ ഓൾ ലീഡേഴ്സ് ആർ റീഡേഴ്സ്. എല്ലാ ലീഡേഴ്സും വായനാശീലമുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വായനാശീലം ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് എന്ത് ബുക്ക് വായിക്കണം, റിച്ച് ഡാഡ് പുവർ ഡാഡ് പോലത്തെ, ഇല്ലെങ്കിൽ BB വിജയൻ സാറിന്റെ മനഃശക്തി പോലത്തെ, ഇക്കിഗായി പോലത്തെ, അതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ പോലത്തെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. നമുക്ക് ടീം ബിൽഡിങ്ങിന് ദീപക് വിജാജിന്റെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ, ശിവകേരയുടെ യു ക്യാൻ വിൻ, യു ക്യാൻ സെല്ല്, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുന്ന ആളുകൾ ലീഡർഷിപ്പിലേക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എത്താൻ സാധിക്കുന്നതാണ്. അവരുടെ ചിന്താഗതികൾ മാറ്റം ഉണ്ടാക്കും. നമ്മൾ അതുകൊണ്ടാണ് പല പ്രോഗ്രാമുകളിലും പല ബുക്ക് റിവ്യൂകളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള അവരറിയാതെ അവരിലൊരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോട്ട് ഓൾ റീഡേഴ്സ് ആർ ലീഡേഴ്സ്, ബട്ട് ഓൾ ലീഡേഴ്സ് ആർ റീഡേഴ്സ്. എപ്പോഴും മനസ്സിൽ കുറിച്ചു വെക്കും, പഠിക്കണം അത്യാവശ്യം. ഇനി അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് അപ്ലൈ ലീഡർ. അപ്ലൈ ലീഡർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയുന്ന ആളുകളെ കാണാറുണ്ടല്ലേ, എപ്പോഴും കംപ്ലൈന്റ് പറയുന്നത്. അപ്പൊ അപ്ലൈ ലീഡറുടെ ധർമ്മങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് അപ്ലൈ ലീഡർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സപ്പോർട്ട് ദ ഫോളോവേഴ്സ്, ഡൗൺലൈനിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരുടെ കൂടെ വാക്കിന് പോകണം. ഇങ്ങനെയുള്ള 4-5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ചെയ്യാൻ പറ്റണം. പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്, മോട്ടിവേഷൻ, എൻകറേജ്മെന്റ്, ബിസിനസ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ അവരെ സഹായിക്കണം. അത് അവിടെ നമ്മുടെ ലിസ്റ്റ് മേക്കിംഗ് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും. ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് എ സ്ട്രോങ് ടീം, ഒരു സ്ട്രോങ് ആയ ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന റോള് അപ്ലൈൻ്റെതാണ്. ഈ 4 കാര്യങ്ങളാണ് ഒരു അപ്ലൈന്
ഡൗൺലൈൻ ഓടി ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളുള്ളത്. ക്വാളിറ്റീസ് ഓഫ് ഗുഡ് അപ്ലൈൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് റോള് സെയിം, ലീഡർഷിപ്പ്, സപ്പോർട്ട്, ട്രെയിനിങ്, റിക്രൂട്ട്മെന്റ്, ഈ 4 കാര്യങ്ങൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് പറയാൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പറയേണ്ടി വരും. ഇതിന്റെ ദുരന്തം എവിടെയാന്ന് വെച്ചാൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ. നമുക്ക് തന്നെ മോട്ടിവേഷൻ ഇല്ല, നമ്മൾ തന്നെ പ്രോഗ്രാമിന് പോകില്ല, അപ്പൊ നമ്മൾ ഡൗൺ ആയി പോകും. പൂർ കമ്മ്യൂണിക്കേഷൻ. അവിടെ ഈ ടൂഡേയിലൊക്കെ അന്ന് സുരേഷ് സാറൊക്കെ നടത്തിയ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷന്റെ. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം പറയാം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണം, ആളുകളോട് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ട്രെയിനിങ്ങിലേക്ക് ലീഡേഴ്സ് വരില്ല, അത് ഒരു വലിയൊരു ദുരന്തമാണ്. ട്രെയിനിങ്ങുകൾ ഉണ്ടെങ്കിൽ ലീഡേഴ്സ് പോകുന്നില്ല, അവിടെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. ലാക്ക് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ചലഞ്ച്. ഈ 4 ചലഞ്ചിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു MLM ലീഡറായിട്ട് മാറാൻ പറ്റും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ടീമിലുള്ള ആളുകളോട് സിമ്പതി അല്ല വേണ്ടത്, എമ്പതിയാണ് വേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോ സമയത്തും ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളായിരിക്കും ലീഡർ. 5 മെയിൻ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാ. become excellent at whatever you are doing. Nobody follows the average people. നമ്മൾ ഏവറേജ് ആണ്, നമ്മളെ ഫോളോ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ എന്തിരിക്കണം, എക്സലന്റ് ആയിരിക്കണം. ഒബ്സർവേഷൻ കപ്പാസിറ്റി കൂട്ടണം. നമ്മൾ ടീമിൽ നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ടോട്ടൽ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ടോട്ടൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. എന്റെ ടീമിൽ വന്ന ഏതൊരാളെക്കാട്ടും കൂടുതൽ എനിക്ക് വിദ്യാഭ്യാസ അറിവും വേണമെന്ന് ഞാൻ എന്ത് ചെയ്യണം, നോളജ് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അത് ആ ഒരു മൈൻഡ് സെറ്റ് ലീഡർക്ക് ഉണ്ടായിരിക്കണം. ലേൺ മോർ ദാൻ അതേഴ്സ് ഇൻ യുവർ ഫീൽഡ്. 4ാമത്തെ പോയിന്റ് സെൽഫ് അനലൈസിസ്. എന്നെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും എന്നെ പറ്റി അനലൈസ് ചെയ്തോണം. എന്റെ കഴിവുകേടും അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ബി വിത്ത് അതർ ലീഡേഴ്സ്. മറ്റുള്ള ലീഡേഴ്സുമായിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കണം. ഒരു കാരണവശാലും ഇവിടെയുള്ള കുറ്റങ്ങൾ അങ്ങോട്ടേക്കോ അവിടെയുള്ള കുറ്റങ്ങൾ ഇങ്ങോട്ടേക്കോ എടുത്ത് തട്ടിക്കളിക്കാൻ പാടില്ല. ഒരാളെ കുറിച്ചും നെഗറ്റീവ്, നിങ്ങൾക്ക് ധാരണ ഇല്ലാത്ത കാര്യങ്ങളിൽ നെഗറ്റീവ് പറയരുത്. ബോധ്യം ഉണ്ടെങ്കിൽ പറയാതിരിക്കുന്നതും നല്ലതാണ്. തിരുത്താനുള്ളതാണെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ച് പറയാം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയില്ല, നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിനെ വിളിച്ച് പറയാനുള്ള ധൈര്യം ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. ബി വിത്ത് അതർ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ലീഡേഴ്സിന്റെ കൂടെ നമുക്ക് അവരോട് റെസ്പെക്ട് തോന്നണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ ഒരാളെ കൊണ്ട് കുറ്റം പറയുമ്പോൾ ഇങ്ങനെ ഒരു വിരൽ ചൂണ്ടുന്ന സമയത്ത് ബാക്കി 4 പേരിലും നമ്മുടെ നെഞ്ചിന് നേരെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ പോസിറ്റീവ് ആയിരിക്കുക. ഈ 5 പോയിന്റ് നല്ല ലീഡർ ആവാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി ഒരു ലീഡർക്കുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ യു നീഡ് ടു ഓപ്പൺ ദ ലിഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. തോമസ് ആൽവ എഡിസനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആ സമയത്ത് ടീച്ചർ അമ്മയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ മോനെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ മോനെ എന്ത് ചെയ്തു, അമ്മയോട് ചോദിച്ചു എന്താ ടീച്ചർ പറഞ്ഞത്. മോന്റെ കഴിവും കപ്പാസിറ്റിയും വെച്ചിട്ട് മോനെ ഈ സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാനോ പഠിപ്പിക്കാനോ ഉള്ള കഴിവുള്ള ടീച്ചേഴ്സ് ഇവിടെ ഇല്ല എന്നാണ്. അങ്ങനെ ആ അമ്മ മോനെ എൻകറേജ് ചെയ്തു. മോനെ എന്ത് ചെയ്തു, നമുക്കറിയാവുന്ന തോമസ് ആൽവ എഡിസനായി മാറി. അമ്മയുടെ മരണശേഷം അമ്മയുടെ ആ ഒരു ബോക്സിൽ നിന്ന് ആ ലെറ്റർ വായിക്കുകയാണ്. ആ ലെറ്റർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മകൻ മന്ദബുദ്ധിയാണ്, ഞങ്ങൾക്ക് അവനെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു. അന്ന് അദ്ദേഹം ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് താഴെ കാണാൻ പറ്റും, തോമസ് ആൽവ എഡിസൺ വാസ് എൻ എന്നുവെച്ചാല് ബുദ്ധി കുറവുള്ള കുട്ടിയായിരുന്നു. എന്താണ് കണ്ണ് കാണാത്തോണ്ട് ചെറുതായതുകൊണ്ട്. തോമസ് ആൽവ എഡിസൺ വാസ് എൻ അത്ലറ്റിക് ചൈൽഡ് ദാറ്റ് ബൈ എ ഹീറോ മദർ become the genius of the century. ഈ നൂറ്റാണ്ടിന്റെ ജീനിയസ് ആയി മാറിയത് അമ്മ കാരണമാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളെ കൂടെ വന്ന ആളുകളുടെ തലയിലേക്ക് അവരുടെ തലച്ചോറിന്റെ മൂഡ് തുറക്കാൻ സാധിക്കുന്നുണ്ടോ? യു നീഡ് ടു ഓപ്പൺ ദ ലിഡ് എന്ന് പറയാം. നമ്മൾ കൂടെ വന്ന ആളുകളുടെ ഉള്ളിലേക്ക് ആഗ്രഹങ്ങൾ കൊടുത്ത് അവരുടെ ചിന്തയെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് കണക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എല്ലാവരുമായിട്ട് കണക്ട് ഉണ്ട്. ഇവിടെ കേരള KBCയിൽ ജോയിൻ ചെയ്ത എനിക്ക് തോന്നുന്നു ഇന്നലെ വരെ ജോയിൻ ചെയ്ത ആളുകളായിട്ട് മനോജ് സാറിന് കണക്ഷൻ ഉണ്ടാവും. അതൊരു ക്വാളിറ്റിയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ട ക്വാളിറ്റി. പവർ ടു ഇൻഫ്ലുവൻസ്. തോക്കെടുത്ത് കൊണ്ട് മാത്രമല്ല സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞത് നമ്മുടെ ബാപ്പുജിയെ കണ്ട് പഠിക്കണം. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം.
ലേൺ ആൻഡ് ഗ്രോ. പഠിക്കുകയും വളരുകയും ചെയ്യണം. പഠനത്തോടൊപ്പം വളർച്ച ഉണ്ടായിരിക്കണം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ആയിരിക്കണം. ഫോളോ ദ ലീഡർ. നല്ല ക്വാളിറ്റി ഉള്ള ലീഡേഴ്സിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ ഈ കഥയിൽ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ പരുന്തായിരിക്കും, പക്ഷെ എത്തിപ്പെട്ട സ്ഥലം കോഴിക്കുട്ടികളുടെ കൂടെയായിരിക്കും. സ്വയം തിരിച്ചറിയുക, വളരാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തർ നടത്തുന്നുണ്ടാണ്. അവനവന്റെ കപ്പാസിറ്റി മനസ്സിലാക്കുക. ലീഡർഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ സ്പീഡായി പറഞ്ഞത് ഏകദേശം 7 മണിയായി. ക്ലാരിറ്റി ഇൻ തോട്ട്, ക്ലാരിറ്റി ഇൻ സ്പീച്ച്, ക്ലാരിറ്റി ഇൻ ആക്ഷൻ. ഈ 3 കാര്യങ്ങളാണ് ഒരു ഗുഡ് ലീഡർക്ക് വേണ്ടത്. ഒരു ഗ്രേറ്റ് ലീഡർ ആകുമ്പോൾ പ്യൂരിറ്റി ഇൻ തോട്ട്, പ്യൂരിറ്റി ഇൻ സ്പീച്ച്, പ്യൂരിറ്റി ഇൻ ആക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ സ്പീച്ചിലും നിങ്ങളുടെ പ്രവൃത്തിയിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങളൊരു നല്ല ലീഡർ ആവും. നിങ്ങളൊരു ഗ്രേറ്റ് ലീഡർ ആവണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ ആക്ഷനിലും പരിശുദ്ധി ഉണ്ടായിരിക്കണം. ഒരു നല്ലൊരു ചെറുപ്പക്കാരിയോ വന്ന് ഒരു ടീമിൽ ഇപ്പൊ ജയമോൻ സാറിന്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തു, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നു, നന്നായിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് അവരോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു ലീഡറല്ല. അവരുടെ നേട്ടത്തിൽ ഇപ്പൊ ജയമോൻ സാറിന്റെ കാര്യം, ഞാൻ MC ചെയ്യുന്ന ജയമോൻ സാറ് കോട്ടയത്ത് അദ്ദേഹം വിജയിക്കുമ്പോൾ കോഴിക്കോട് വടകരയിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലീഡറാവും. അത് പ്യൂരിറ്റി ഇൻ തോട്ട്, പ്യൂരിറ്റി ഇൻ സ്പീച്ച്, പ്യൂരിറ്റി ഇൻ ആക്ഷൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എങ്ങനെ ജയമോൻ സാറിന് എന്റെ ടീമിൽ കിട്ടും, അല്ലെങ്കിൽ മിനി മാഡത്തിന് എന്റെ ടീമിൽ കിട്ടും, അതേപോലെ തന്നെ ഇതിൽ ആരൊക്കെ ഉണ്ടോ കുറച്ച് കഴിയും കപ്പാസിറ്റി, അവരെയൊക്കെ എങ്ങനെ എന്റെ ടീമിലേക്ക് കൊണ്ടുവരാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അന്ന് മുതൽ നിങ്ങളുടെ നാശം തുടങ്ങിയെന്നുള്ളതാണ്. റിയാലിറ്റി അതാണ്. അത് റിയാലിറ്റി ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരൊക്കെ അങ്ങനെ ഒരു ചിന്ത ആർക്കും ഉണ്ടാവരുത്. എല്ലാവരും വിജയിക്കാൻ വന്നവരാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു ഗ്രേറ്റ് ലീഡർഷിപ്പിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റുമ്പോൾ ഈ ലോകം വളരെ സുന്ദരമാകും. റിക്രൂട്ട് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ഒരു ലീഡർ ആകെ ചെയ്യേണ്ട പണി. ആക്ഷൻ പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് വളരെ വിശദമായിട്ട് NDOPകളിൽ എല്ലാ ലീഡേഴ്സും എടുക്കുന്നതാണ്. നമ്മൾ കൂടെ വന്ന ആളുകൾക്ക് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, ക്ഷണിക്കാൻ അവരെ പഠിപ്പിച്ചെടുക്കുക, പ്ലാൻ പ്രസന്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക, പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിക്കുക. ഹോം മീറ്റിങ്ങുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരാളെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക. ഹോം മീറ്റിങ്ങുകൾ ഒരാഴ്ചയിൽ 3 ഹോം മീറ്റിംഗ് നടത്താനുള്ള കാര്യത്തിലേക്ക് നമ്മുടെ കൂടെ വന്ന ആളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക. വ്യക്തമായി എഴുതി വെച്ച ഫോളോ അപ്പ് സിസ്റ്റം ഉണ്ടാവുക. സെയിൽസ് ക്ലോസിംഗ് അറിയില്ലെങ്കിൽ അവരെ പഠിപ്പിച്ചെടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂറോ സയൻസിന്റെ ടെക്നിക്കൽ ഉപയോഗിച്ചുകൊണ്ട് NLP ടെക്നിക്കൽ ഉപയോഗിച്ച് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ടീമിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക. BOP NDOP സെന്ററിലേക്ക് ആളുകൾ എത്തിക്കുക. അവർക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്ത് അവരെ ലീഡേഴ്സ് ആക്കി മാറ്റും. ഈ ലീഡേഴ്സ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചേഞ്ച് എന്ന് പറയാം. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ലീഡർ ആവുന്നവരാണ്. അവരെന്ന് മനസ്സിൽ തീരുമാനിക്കുന്നു എനിക്ക് പറ്റും, ആ സമയത്ത് അവർ എന്ത് ചെയ്യും, ലീഡറായി മാറും. അല്ലാണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നും ലീഡർ ആവുന്നതല്ല. ഒരു സ്പാർക്കാണ്, ഒരു ചിന്ത. ഡ്യൂട്ടി ഓഫ് ലീഡർ എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് എ ടീം, ട്രെയിൻ ദ ടീം ആൻഡ് മെയിൻറ്റെയിൻ യുവർ ടീം. ഇതിൽ രണ്ടാമത്തെ കാര്യം, 2 കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ചെയ്യും. പക്ഷെ 3ാമത്തെ കാര്യം നമ്മൾ പരാജയപ്പെടുന്നത് പലർക്കും പറ്റുന്നത് മെയിൻറ്റെയിൻ യുവർ ടീം. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക, അവരെ സഹായിക്കുക. അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി അവരെ സഹായിക്കുമ്പോഴാണ് നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമെന്നതാണ്. വളരെ ടൈം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. 3 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are no shortcuts. ഒരു ഷോർട്ട് കട്ടും എന്തില്ല, MLM ഇല്ല. there are no excuse. ഒരു എക്സ്ക്യൂസും ഇല്ല. കാരണം ഈ ബിസിനസ് ഏറ്റെടുത്തത് എന്റെ അച്ഛൻ എടുത്ത ബിസിനസ് ഞാൻ ഏറ്റെടുത്തതല്ല, എന്റെ അമ്മാവൻ എടുത്ത ബിസിനസ് ഞാൻ ഏറ്റെടുത്തതല്ല. ഈ ബിസിനസ് ഞാൻ ഐഡിയ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിൽ അത് എന്നോടായിരിക്കും. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഈ ബിസിനസ് ഏറ്റെടുത്തത് നമ്മൾ ഒറ്റക്കാണ്. അതുകൊണ്ട് തന്നെ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു മേഖലയില്ല. there are no trophies for trying. നിങ്ങൾ ഭയങ്കരമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുന്നുണ്ട്, ഫീൽഡിൽ തലകുത്തി മറിഞ്ഞ് സർക്കസ് കളിക്കുന്നുണ്ടെങ്കിൽ അതിന് ട്രോഫി ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇല്ല. നിങ്ങളുടെ അച്ചീവ്മെന്റ് മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവും, അംഗീകാരങ്ങൾ കിട്ടൂ. ആസ് എ ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ അച്ചീവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് അംഗീകാരം ഉണ്ടാവും. there are no shortcut, there are no excuse, there are no trophies for trying. ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ തന്നെ നമുക്ക് വീട്ടിലിരിക്കാൻ തോന്നില്ല എന്നതാണ്. The only way to grow your business is to consistently introduce a fresh face. പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. അതേപോലെ സ്ട്രോങ് ബിസിനസ് നീഡ്സ് ബോത്ത് വിഡ്ത്ത് ആൻഡ് ഡെപ്ത് എന്ന് പറയാം. വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ, ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ.
എ സ്ട്രോങ് ബിസിനസ് നീഡ്സ്, ഏറ്റവും നല്ല സ്ട്രോങ് ആയ ബിസിനസിന് ആവശ്യം വിടുത്തും ഡെപ്തും എന്ന് പറയാം. നോർമലി MLM പറയുന്ന ഒരു പേരാണ്. There is no better way to get your people recruiting than to introduce a parade of new people yourself. ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആളുകളെ കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം MLM-ൽ. നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ട് ഒരു പരേഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന ആളുകൾ ഇതേപോലെ പരേഡ് ഉണ്ടാക്കും. അതാണ് മനോജ് സാർ നമുക്ക് കാട്ടി തന്നത്. മനോജ് സാർ ആദ്യം എന്ത് ചെയ്തു? സ്വയം റിക്രൂട്ട് ചെയ്ത് പോയി ഒരു പരേഡ് ക്രിയേറ്റ് ചെയ്തപ്പോ നമ്മൾ എന്ത് ചെയ്തു? വന്ന ആളുകളൊക്കെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ടീമിൽ അത് നടക്കുന്നുണ്ടോ? അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. കോമൺ ആയിട്ട് നടക്കുന്ന അവോയ്ഡ് മേക്കിംഗ് ദീസ് കോസ്റ്റ്ലി മിസ്റ്റേക്ക്, ഏറ്റവും വിലയുള്ള മിസ്റ്റേക്കുകൾ. ഒന്ന്, റിലയിങ് ഓൺ ദ പീപ്പിൾ ഓൾറെഡി ഇൻ യുവർ ഡൗൺലൈൻ ടു കെയർ യുവർ ബിസിനസ്. ഇപ്പൊ നിലവിലുള്ള ആളുകളെ വെച്ച് കോടികൾ ഉണ്ടായിക്കളയാം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് ദുരന്തമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതെന്റെ അഭിപ്രായമല്ല, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. റിലയിങ് ഓൺ ദ പീപ്പിൾ യു റിക്രൂട്ട് ടു ബ്രിങ് പീപ്പിൾ ഇൻ ടു യുവർ ബിസിനസ്. ഇപ്പൊ ഐഡിയ അടിച്ച ആളുകൾ പുതിയ ആളെ കൊണ്ടുവരുമെന്ന് കാത്തിരിക്കുന്നത് മഹാദുരന്തമാണ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് നമ്മൾ സ്വയം ഡയറക്റ്റ് റെഫറലൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ റിക്രൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ടീം വളരൂ. റൂൾ ഓഫ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് റൂൾ ഓഫ് റിക്രൂട്ടിംഗ് ഈസ് നമ്പേഴ്സ്. ടീമിൽ നമ്പറുകൾ കൂടണം. കഴിഞ്ഞ 6 മാസമായി എന്റെ ടീമിൽ എത്ര നമ്പർ കൂടി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. വേറെ ടീമിൽ ആള് വന്നു എന്നുള്ളതല്ല ചെക്ക് ചെയ്യേണ്ടത്. ദ സെക്കൻഡ് റൂൾ ഓഫ് റിക്രൂട്ടിംഗ് ഈസ് ബാലൻസിങ്. ജീനിയേഴ്സിലും വിന്നേഴ്സിലും ആളുണ്ടോ എന്നുള്ളതാണ്. ബാലൻസ് ചെയ്യാൻ പഠിക്കണം. അത് എന്തിനാണ് 12 മണിക്കൂറിന്റെ കട്ട് ഓഫിൽ ഫാമിലി ബോണസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവറിലുള്ള ടീമിൽ ഈ 12 മണിക്കൂറിന്റെ കട്ട് ഓഫിൽ സെയിൽ വന്നാൽ മാത്രമേ ലീഡർക്ക് ഫാമിലി ബോണസ് കിട്ടൂ. യെസോർണോ? ഒരു വലിയ വരുമാനം കിട്ടാൻ വേണ്ടി പവറിനെയും മണിയെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ഒരു ലീഡർക്ക് എന്ന് സാധിക്കുന്നു അന്ന് വലിയ വിജയങ്ങളിലേക്ക് പോകാൻ പറ്റും. ദ തേർഡ് റൂൾ ഓഫ് റിക്രൂട്ടിംഗ് ഈസ് ടു ലുക്ക് ഫോർ പീപ്പിൾ വിത്ത് ദ ഡിസയർ ആൻഡ് ദ ഡ്രൈവ് ടു മൂവ് അപ്പ് ദ റാങ്ക്സ് ക്വിക്ക്ലി. കമ്പനിയിലുള്ള നമ്മളിപ്പോ പലരും സ്റ്റാർ റാങ്കിലായിരിക്കും. സ്റ്റാറിൽ നിന്ന് ഗോൾഡിലേക്കും ഡയമണ്ടിലേക്കും ബ്ലാക്ക് ഡയമണ്ടിലേക്കും പോകാൻ ഉള്ളു തീയുള്ള ആളുകളെ കൊണ്ടുവരലാണ് റിക്രൂട്ടിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഡോണ്ട് ലെറ്റ് ഫിയർ ട്രാമ്പിൾ യുവർ ഡ്രീംസ്. ഒരു കാരണവശാലും പേടി നിങ്ങളുടെ ഡ്രീംസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തച്ചുടക്കാൻ വേണ്ടി അനുവദിക്കരുത്. നിങ്ങളുടെ കൂടെ നിങ്ങളെ വിജയിപ്പിക്കാൻ KVCയിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരുടെ ഒക്കെ സപ്പോർട്ടോട് കൂടി എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. ഈ ഒരു മൃഗത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫോട്ടോ എടുത്ത് ഇന്നു മുതൽ നിങ്ങളുടെ ബെഡ്റൂമിന്റെ ചോരന്റെ മുഖത്ത് ഒട്ടിച്ചു വെക്കണം. ഈ മൃഗത്തിന്റെ പേര് റൈനോ എന്ന് ഇംഗ്ലീഷ് പറയും, മലയാളത്തിൽ കണ്ടാമൃഗം എന്ന് പറയും. കണ്ടാമുഖത്തിന്റെ പ്രത്യേകത അതിന് 5 സെന്റിമീറ്ററോളമുള്ള തൊലി ഉണ്ടാവുന്നതാണ്. കണ്ടാമുഖത്തിന്റെ തൊലിക്കെട്ടിന്റെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ട, നിങ്ങൾക്ക് ഗ്ലാമർ വേണ്ട, നിങ്ങൾക്ക് കുടുംബമഹിമ വേണ്ട, പക്ഷെ കണ്ടാമുഖത്തിന്റെ തൊലിക്കെട്ടി വേണം. എങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഇതെന്താണ് സ്പിരിച്വൽ ക്ലാസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ഫോട്ടോ നിങ്ങൾക്കൊക്കെ ഹൈന്ദവ വിശ്വാസികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിരിക്കും. ഒരു ഫാമിലി ശിവന്റെ ഒരു ഫോട്ടോ നടന്നത്. ഈ ശിവനെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ശിവന്റെ തലയിലൂടെ ഗംഗ ഒഴുകുന്നു, അമൃതിന് തുല്യമായ ഗംഗ ഒഴുകുന്നു. കഴുത്തിൽ കാളകൂട വിഷുണ്ട്. 2 ഓപ്പോസിറ്റായ 2 കാര്യങ്ങളും ഈ ശിവന്റെ ഫോട്ടോ കാണാൻ പറ്റും. കഴുത്തിൽ പാമ്പുണ്ട്, താഴെ എലി ഉണ്ടാവും. ഇതിനെ പിന്നെ സ്പിരിച്വൽ ആയിട്ടൊന്നും നിങ്ങൾ കൊണ്ടുണ്ടാകും. MLM-ലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആസ് എ ലീഡർ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ഏത് മതവിശ്വാസിയാണെങ്കിലും ഒരു പിക്ചർ ഞാൻ പറയാൻ പോകുന്നത്. അവിടെ മയിലുണ്ട്, പാമ്പുണ്ട്. മയില് പാമ്പിനെ പിടിക്കും, പാമ്പ് എലിയെ പിടിക്കും, അല്ലെ? ഇതൊക്കെ ഈ ഒരു ശിവന്റെ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊക്കെ ഉണ്ടെങ്കിലും വിഷമുണ്ട്, അമൃതുണ്ട്, ഓക്കെ, പാമ്പുണ്ട്, എലിയുണ്ട്, പാമ്പിനെ പിടിക്കുന്ന മയിലുണ്ട്. എല്ലാ തേളും പഴുതാരയും പാമ്പും എലിയും എല്ലാ മൃഗങ്ങളും അല്ലെങ്കിൽ മൃഗത്തിന് തുല്യമായ സ്വഭാവമുള്ള ആളുകളും ഒരു ഡയറക്ട് സെല്ലിംഗ് ലീഡറുടെ ടീമിലുണ്ടാവും. അവരെ ഒന്നും പേഴ്സണലി മാറ്റാൻ വേണ്ടി നമുക്ക് ആരും ശ്രമിക്കരുത്. നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാല് ഇതേപോലെ വളരെ ശാന്തമായി നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മനോജ് സാറിന് തന്നെ അതിന് ഉദാഹരണം എടുത്താൽ മതി. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യൻ. ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടായി,
ലീഡേഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശാന്തമായി സമചിത്തതയോടുകൂടി ഒരു ടീമിനെ നയിക്കാൻ നിങ്ങൾക്ക് എന്ന് കഴിവുണ്ടാകുന്നു അന്ന് നിങ്ങൾ വലിയ വിജയങ്ങളിലേക്ക് പോകും. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയാം. ചെറിയൊരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം. മേ ബി നിങ്ങൾക്ക് ഉപകാരപ്പെടും. 2 മിനിറ്റിലുള്ള ഒരു വീഡിയോ. ഒരു സിനിമ കാണാം നമുക്ക്. അവർ തളരുന്നു. തളരാൻ സമയത്ത് കോച്ച് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു വെക്കണം. ഈ വീഡിയോ കണ്ട ആളുകൾ ഇതൊക്കെ ഒരുപാട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ആദ്യം ട്രെയിനിങ് ഇല്ല, പിന്നീട് എന്ത് ചെയ്തു, അവര് ടീം വർക്കിലൂടെ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ ഈ പണികളൊക്കെ എളുപ്പമാക്കും. നമ്മുടെ ടീമിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ആളുകളിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കൊണ്ടുപോകാം. അതിലപ്പുറം KBC എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പല ലീഡേഴ്സ് ഉണ്ടാവും. നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലുള്ള 4 കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും വലിയ സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. വലിയൊരു മിഷനുമായിട്ട് ഇറങ്ങിയ ആളുകളാണ് നമ്മളെന്ന് ആദ്യം ചിന്തിക്കണം. ഒരുപാട് ആളുകൾക്ക് കഴിവുണ്ടാകാം, സപ്പോർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാവരും പരസ്പരം ഒരു കുടക്കീഴിൽ നിൽക്കുകയാണെങ്കിൽ ഈസിയായി നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും വലിയ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാകുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ 1 മണിക്കൂർ സമയധികം ദ റോൾ ഓഫ് എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ ഈ വിഷയത്തെ കുറിച്ച് വളരെ നല്ല നിലയിൽ പ്രതിപാദിച്ച പ്രിയപ്പെട്ട മനീഷ് സാറിനുള്ള നന്ദി സ്നേഹം കടപ്പാടം അറിയിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ നോളജ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമാണ്. അദ്ദേഹത്തിന്റെ സൂം 1 മണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം പല കാര്യങ്ങളും അദ്ദേഹം ഓടിച്ചു വിട്ടുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സൂം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പല നോളജുകളും നമ്മളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സൂമിൽ അദ്ദേഹം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ടീമിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ, കാരണം കൂടെ നിൽക്കുന്ന ആളുകൾ ബിൽഡപ്പ് ആയെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ള വലിയ സ്ഥലത്ത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മനീഷ് സാറിന് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരുടെ നാമത്തിലുള്ള ആ ഒരു സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു സൂം പ്രോഗ്രാമിന്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് നമ്മുടെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേ ലീഡറായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഗ്രേ ലെജൻഡ് മനീഷ് സാറാണ്. കാരണം അദ്ദേഹത്തിന്റെ 2 വാക്ക് കേൾക്കാതെ എത്ര സമയം പോയാലും നമുക്ക് ഈ പ്രോഗ്രാം മൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കരുത്തനായ ലീഡർ മനീഷ് സാറിനെ കുറിച്ച് നല്ല നിലയിൽ തന്നെ മനീഷ് സാർ ആ സൂം പ്രോഗ്രാമിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മനോജ് സാർ, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം മൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മനോജ് സാറിനെ ഏറ്റവും ആദരവോട് ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ് കം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ജയ്മാൻ സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. അല്പം വൈകിയെങ്കിലും 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ് നമ്മളെല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ഏത് പ്രതിസന്ധിയിലും ബയോട്ടോറിയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കപ്പിത്താനെ പോലെ നമ്മളെ നയിക്കാൻ ഇവിടെ സന്നദ്ധനായിരിക്കുന്ന പ്രിയങ്കരനായ മനീഷ് സാറ് ഇത്രയും നേരം നമ്മളോട് സംവദിച്ചത്. അദ്ദേഹത്തിന് ബിഗ് കൺഗ്രാജുലേഷൻ. എത്രയും പെട്ടെന്ന് അദ്ദേഹം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആ കോടീശ്വര പദവിയിലേക്ക് നമ്മുടെ ബോംബെ ഓഫീസ് ചെല്ലുമ്പോൾ ആ കോടീശ്വരന്മാരുടെ പട്ടിക അവിടെ രേഖപ്പെടുത്തും. ആ പട്ടികയിൽ കേരളത്തിൽ നിന്ന് എന്തായാലും തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന ഗ്രേറ്റ് ലീഡർ തന്നെയാണ് മനീഷ് സാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്ങനെയായിരിക്കണം ഒരു ലീഡർ അല്ലെ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം ലീഡേഴ്സ് ആണ്. ലീഡേഴ്സ് മാത്രമാണ് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കണം, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ, എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് ഒരു ലീഡർക്ക് വേണ്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആധികാരികമായിട്ട് സംസാരിച്ചു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണ് തുറക്കണം. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ മനീഷ് സാറിനും ടീമിനും. അദ്ദേഹം ടീം നോക്കാതെ, അദ്ദേഹത്തിന്റെ പ്രത്യേകത അതാണ്, ടീം നോക്കാതെ എല്ലാ ടീമിലേക്കും എവിടെ വിളിച്ചാലും പ്രോഗ്രാമിന് സ്വന്തം വണ്ടിയിൽ എണ്ണ അടിച്ചുകൊണ്ട് അവിടെ എത്തി പ്രോഗ്രാം ചെയ്തു പോകുന്ന ഒരു ലീഡറാണ്. അതുകൊണ്ട് എല്ലാരും വിളിച്ച് ശല്യപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞത് അത് ഞങ്ങൾക്ക് വിളിക്കാതുകൊണ്ട് കൊടുങ്ങല്ലൂരേക്കൊന്നും വിളിച്ചേക്കണ്ട സലീംക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലീഡർക്ക് വേണ്ടത് ഡെഡിക്കേഷൻ ആണ്. എപ്പോഴും നമ്മൾ എവിടെയും ജാഗരൂകരായി 24 hours നമ്മൾ ഇതിനകത്ത് ലയിക്കുക എന്നുള്ളതാണ് ഒരു ലീഡറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്.
എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അവസാനം സാറ് കാണിച്ചൊരു മൃഗത്തിന്റെ ഫോട്ടോ കണ്ടല്ലേ, കാണ്ടാമൃഗം എന്ന് പറയുന്നത്. അവന് കാണ്ടാമൃഗത്തിന്റെ തൊലി കെട്ടിയ ഒരു നാണമില്ല, അവനൊരു മാനമില്ല, അവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറയും. ഇതുപോലെ കാണ്ടാമൃഗത്തിന്റെ ഒരു തൊലിക്കെട്ടി നമുക്ക് ഉണ്ടാവണം ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വരും. ആളുകൾ കളിയാക്കും, പുച്ചിക്ക് അവഹേളിക്കും, എന്നൊക്കെ എന്തൊക്കെ ചെയ്തു. എന്റെ വീട്ടിന്റെ പരിസരത്ത് ഒരാളും വന്നിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത സുഹൃത്തുക്കൾ പോലും പലരും കുറച്ചാളൊക്കെ പ്രൊഡക്റ്റ് അവൻ ആക്റ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെയൊന്നും തളരാതെ അവിടെയൊക്കെ നമ്മൾ ആവേശം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരഞ്ഞ് പൊതഞ്ഞ് പുറത്തേക്ക് വരണം സുഹൃത്തുക്കൾ. മനസ്സിലായ? ആളുകൾ എതിർക്കുമ്പോ നമ്മളോട് അവര് എതിർക്കാൻ പോകണ്ട, നമ്മൾ ശാന്തമായി നിന്നുകൊണ്ട് അല്ലെ, ബോളുകൾ നിലത്തേക്ക് എറിയുമ്പോ അത് പൊങ്ങും, ബോളുകൾ എറിയുമ്പോൾ ശക്തിയോടും വീണ്ടും പോകും. അങ്ങനെ ആളുകൾ നമ്മളെ കളിയാക്കുമ്പോൾ ആവേശത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ലീഡർഷിപ്പിനെ തൊട്ടുണർത്തുന്നതാണ്. മനസ്സിലായ? അവിടുന്ന് അങ്ങോട്ടുള്ള പടയോട്ടം ആരംഭിക്കണം ഓരോരുത്തരും. അപ്പോഴാണ് ആ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി വേണം. ചീറ്റപ്പുലിയെ പോലെ ഓടാനുള്ള മനസ്സുണ്ടാവണം നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? നിങ്ങൾ മുയലിനെ പോലെ ഓടരുത്, ആമയെ പോലെ ഇഴയരുത്, ചീറ്റപ്പുലിയെ പോലെ ആവേശത്തോടെ ഓടാനുള്ള ഒരു ആവേശം ഉണ്ടാകണം. ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗത്തിലെത്തുക എന്നുള്ളതാണ് ഒരു വിജയുടെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫാസ്റ്റ് ആയിട്ട് എത്തുക എന്നുള്ളതാണ് അല്ലെ. അതാണ് ഹുസൈൻ ബോൾട്ട്, അദ്ദേഹമൊക്കെ കരീബിയൻ അല്ലെ പ്രദേശത്ത് വെറും സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹമൊക്കെ വേൾഡ് റെക്കോർഡ് ഇന്ന് വരെയും അദ്ദേഹത്തിന്റെ റെക്കോർഡ് ബീറ്റ് ചെയ്യാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല അല്ലെ. വിത്തിൻ സെക്കൻഡ്സ് ആണ് 100 മീറ്ററൊക്കെ ഓടിയത്. എന്താ സാധിച്ചത് അല്ലെ? പ്രാക്ടീസാണ്, ആ മനസ്സാണത്. നേടാൻ പറ്റുന്നുള്ള ആവേശം ഉണ്ടാകണം. ആ ആവേശത്തോടെ അദ്ദേഹം ഓടിയപ്പോ ആ കടപ്പുറത്തെ കൂടെ ഓടി 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 പരിശീലിച്ചപ്പോ ഇല്ലേ, വിത്തിൻ സെക്കൻഡ്സ്, എന്റെ സെക്കൻഡ് ഞാൻ മറന്നു ഇപ്പോ എത്രയാണെന്നുള്ളത്, ആരും കൊണ്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. ആ സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടിയിട്ട് ഇന്നും ഇല്ലേ റെക്കോർഡ് ഒരാൾക്കും വേദിക്കാൻ വേണ്ടി സാധിച്ചില്ല. അത് നമുക്ക് ഫാസ്റ്റ് ആവണം. നമ്മൾ സ്ലോ ആകരുത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിരിക്കണം എപ്പോഴും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചീറ്റപ്പുലിയെ പോലെ പായാൻ നിങ്ങൾക്ക് ഓടാൻ, ആവേശത്തിൽ ഓടാൻ സാധിക്കണം. അതുപോലെ നല്ലൊരു കുയിലിനെ പോലെ മനോഹരമായിട്ട് പാടാൻ സാധിക്കണം നിങ്ങൾക്ക്. ആളുകളോട് കുയിലിന്റെ പാട്ട് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ് അല്ലെ. ഏറ്റവും മധുരമനോഹരമായ പാട്ട് പാടുന്ന കറുത്ത ജീവിയാണ് കുയിൽ. കാണാൻ ഭംഗിയൊന്നുമില്ല. ഇതാണോ കുയിൽ എന്ന് വിചാരിക്കും നമ്മള്. കുയിലിന്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് അല്ലെ. ആ കുയിലിനെ കാണുമ്പോൾ നമ്മൾ ഇതാണോ കുയിൽ എന്ന് വിചാരിക്കും ഇല്ലേ. അതുപോലെ കുയിലിനെ പോലെ അതിമനോഹരമായി പാടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ആകൃതിക്കും രൂപത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല സുഹൃത്തുക്കളെ, നിറത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല ഇവിടെ. മനസ്സിലായില്ലേ? കുയിലിനെ പോലെ മനോഹരമായിട്ട് പാടാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ആവേശത്തോടെ നമുക്ക് നമ്മുടെ ടീമിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ജയ്മോൻ സാറിനെ പോലെ വലിയ പാട്ടുകാരനാവണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇല്ലേ, നമ്മൾ പുറത്തേക്ക് വരുന്ന സരസ്വതി ഇല്ലേ, ആ സരസ്വതി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് മഹാലക്ഷ്മി വരുള്ളൂ. കറക്റ്റാണത്. സരസ്വതി കറക്റ്റ് അല്ലെങ്കിൽ മഹാലക്ഷ്മി വരില്ല. അപ്പൊ നമ്മൾ എല്ലാവരോടും നല്ല മധുരമനോഹരമായി സംസാരിക്കാനും അവരെ ചേർത്ത് പിടിച്ച് നിർത്താനും സാധിക്കണം. അങ്ങനെ ലീഡേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. നിങ്ങളൊരു ലീഡറാണെങ്കിൽ എങ്ങനെയാ ലീഡർ ആവുന്നത്? ക്രിയേറ്റ് ലീഡേഴ്സ്. സത്യമാഷൊക്കെ ഇന്നലെയൊക്കെ അവിടെ നല്ല പ്രോഗ്രാം വെച്ചു അല്ലെ. എല്ലാവരെയും വിളിച്ചു ചേർക്കുന്നു, ടീം നടത്തുന്നു, മീറ്റിംഗ് നടത്തുന്നു അല്ലെ, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നു. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ട്രീ ആണ്. മുകളിലോട്ടും താപ്പുറം നോക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങളുടെ ട്രീ നോക്കൂ, നിങ്ങളുടെ ജീനിയസ് ആൻഡ് വിന്നേഴ്സ്. അതിലൂടെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത്. അതാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. കൂടെ വന്ന ആളുകൾക്ക് കോൺഫിഡൻസ് പോകും. മുകളിലോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞാൽ ആരെയും ബഹുമാനിക്കണ്ടെന്നോ ആരെയും വിളിക്കണ്ടെന്നോ സഹകരണം വേണ്ടെന്നോ അല്ല പറഞ്ഞതിന് അർത്ഥം. അവരെ പറ്റുമ്പോ അവരെ വിളിക്കുക, കൊണ്ടുവരിക, പ്രോഗ്രാമിൽ എത്തിക്കുക. ഇല്ലെങ്കിലും ആരില്ലെങ്കിലും ഇല്ലേ, ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു ആവേശം നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഒരു അപ്പലേനോ ഇല്ലോ ആരുമില്ല. പല പ്രസ്ഥാനങ്ങൾ വിനീത് സാർ ഇവിടെ സൂചിപ്പിച്ച്, എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് സുനാമി വന്നാലും ഈ കപ്പൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു അല്ലെ കപ്പിത്താന്റെ മനോഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും. എന്ത് സുനാമി വന്നാലും കുഴപ്പമില്ല. സുനാമി വന്നാൽ അത് നിൽക്കുന്നവിടെ എത്ര ദിവസം ഉണ്ടാവും സുനാമി അല്ലെ, അത് ശാന്തമാകും. അപ്പൊ നമ്മളെ ഈ കപ്പിത്താൻ അല്ലെ, നിങ്ങളാണ് നിങ്ങളുടെ ടീമിന്റെ കപ്പിത്താന്മാർ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, വലിയ ആഗ്രഹത്തോട് കൂടിയിട്ട് കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ നമ്മുടെ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്നുണ്ട്. കുറെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവരെല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ലീഡർഷിപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ട്, ഓരോരുത്തരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ പൊടി തട്ടിയെടുത്ത്
മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചീറ്റപ്പുലിയെ പോലെ നിങ്ങൾക്ക് കുതിക്കാൻ സാധിക്കട്ടെ, കുയിലിനെ പോലെ മധുര മനോഹരമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കട്ടെ, എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിർത്താൻ വേണ്ടി സാധിക്കട്ടെ, കളിയാക്കുന്നവരുടെ മുമ്പിൽ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കൊട്ടിയോട് കൂടിയിട്ട് ആവേശത്തോടുകൂടി അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത പ്രോഗ്രാം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രോഗ്രാം കോട്ടയമാണ്. കോട്ടയത്ത് നമ്മൾ NDOP ആണ് അടുത്ത ബുധനാഴ്ച. എല്ലാ ലീഡേഴ്സും ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തണം. പ്രോഗ്രാം സെന്ററുകൾ നിറഞ്ഞ് കവിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, ഒരു ക്രൗഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ആ രീതിയിലേക്ക് വരണം. ഒത്തിരി പഴയ ലീഡേഴ്സ് ഒക്കെ തന്നെ ബയോട്ടോറിയക്ക് തിരിച്ചു വരുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. കാരണം ആരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ഗർ വാപ്പച്ചി എന്ന് പറയുന്ന രീതിയിൽ അല്ലെ കുടുംബത്തിലേക്ക് തിരിച്ചു വരിക അല്ലെ. ചിലപ്പോൾ അച്ഛനും അമ്മയോടും വഴക്ക് പറഞ്ഞിട്ട് ചിലപ്പോൾ മക്കൾ വേറെ മാറി താമസിക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ വല്ല പെണ്ണിനെയൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്, അച്ഛനും അമ്മേന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ. ഇങ്ങനെയൊക്കെ മാറി താമസിക്കുന്ന ആളുകൾ ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ മെല്ലെ വീട്ടിലേക്ക് വരും ഇല്ലേ. അപ്പൊ ആ രീതിയിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലേക്ക് നമ്മുടെ പിക്കോടെ കാണിച്ചിട്ടുണ്ട് ജയ്മോൻ സാർ അല്ലെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മുടെ പെരുമ്പാവൂരത്തെ. എല്ലാ പ്രോഗ്രാം സെന്ററിലും നിറഞ്ഞു കമ്പിയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബയോട്ടോറിയത്തിലെ വെല്ലാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് കേരളത്തിലല്ല, ഇന്ത്യ രാജ്യത്തില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരും ആ ലെവലിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പൊ കോട്ടയത്ത് പ്രോഗ്രാം നടക്കുകയാണ്. പോയ ആളുകളെല്ലാം തിരിച്ചു വരുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോളൂ, അടുത്ത BOP സെന്ററുകളിൽ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ നിറഞ്ഞ് കവിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. കോഴിക്കോട് BOP അടുത്ത വ്യാഴാഴ്ച ഉണ്ട്. സത്യം സാർ എന്റെ മീറ്റിംഗ് ഇല്ലയെന്നും പറഞ്ഞ് വിളിക്കേണ്ട, കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യും. എല്ലാ ലിസ്റ്റുകളും നാളെ രാവിലെ നമ്മുടെ മെയിൻ ഗ്രൂപ്പുകളിലേക്ക് ഓരോ പ്രോഗ്രാം സെന്ററിന്റെ പ്രോഗ്രാം ചാർട്ടുകൾ, മാർച്ച് മാസത്തെ ചാർട്ടുകൾ നേരത്തെ തയ്യാറാക്കി തരുന്നതായിരിക്കും. അതിനുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരിക, എല്ലാ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ആവേശത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ആവേശമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. ആവേശമില്ലെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ആവേശത്തോടെ മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അതിനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും മനസ്സും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ പിക്ചേഴ്സ് ഒക്കെ കാണിക്കുന്ന ആളുകളെ നമ്മൾ വേറെ ലെവലിലേക്ക് പോവുകയാണ്. നമ്മുടെ കൂട്ടായ്മയെ തോൽപ്പിക്കാൻ വേണ്ടി ആർക്കും സാധിക്കില്ല. ഇതിനെയൊക്കെ തകർത്ത് കളയാൻ ആരെങ്കിലും വിചാരിക്കുന്നത് അത് വെറും വ്യാമോഹം മാത്രമാണ് സുഹൃത്തുക്കളെ. ഒരുമിച്ച് ഒന്നിച്ച് നമ്മൾ മുന്നോട്ട് പോകും. നമ്മളെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലെ കോടീശ്വര പദവിയിലേക്ക് എത്തിക്കാതെ നമുക്ക് വിശ്രമമില്ല. ഒരു സംശയം വേണ്ട. കട്ടക്ക് നിൽക്കുന്ന ആളുകളെ നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മളെ സമൂഹത്തെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഒരു സംശയവും വേണ്ട. അതിനെ എല്ലാവരെയും ചേർന്ന് നിൽക്കുക. ഇവിടെ ഒറ്റ ടീം മാത്രമേ ഉള്ളൂ. ആ ടീം ഈ ടീം ഒന്നുമില്ല. അങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് നമ്മൾ മനസ്സിൽ ഉള്ള വേവലാതികളും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ ലീഡർഷിപ്പ് ഉയരുന്നത്, അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം ഉയരുന്നത്, അവിടെയാണ് നമ്മുടെ മനുഷ്യത്വം ഉയരുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില ടീമുകളിൽ ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരെ എല്ലാം കൂടി നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെ, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ആ തെറ്റുകൾ ആരാണ് തിരുത്തുന്നത്? അവനാണ് യഥാർത്ഥ മനുഷ്യൻ, അവനാണ് വലിയ മനുഷ്യനായി തീർന്നത് അല്ലെ. തെറ്റുകൾ ഉണ്ടാവും ആളുകൾക്ക്. ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജയ്മോൻ സാറിനൊക്കെ ഇവിടെ അല്ലെ കഴിഞ്ഞ ദിവസത്തെ പാട്ടൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്തായാലും അവിടെ NDOP ദിവസം നല്ലൊരു പാട്ടുണ്ടാവണം കേട്ടോ സാറേ. വൈകുന്നേരം വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഓരോരുത്തരുടെയും അല്ലെ പലതരത്തിലുള്ള കലാവൈഭവങ്ങളെ പുറത്തേക്ക് എടുക്കാനുള്ള അവസരം കൂടി ഇവിടെ ഉണ്ട്. ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, സോറി. ധൃതിയുള്ളവർക്കൊക്കെ ഇറങ്ങി പോകാൻ കേട്ടാ. ഓക്കെ, എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്ന ദിവസം സ്വപ്നം കണ്ടുകൊണ്ട് ആവേശത്തോടെ നിങ്ങൾക്ക് കുതിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. താങ്ക് യു. Have a nice day. Thank you all of